Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्द से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി ലഭിച്ചു. अनुग्रह से हमें और एक दिन मिल चुका है. നിത്യതയുടെ ഒരുക്കത്തിന് വേണ്ടി अनंतता की तैयारी के लिए നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും നിത്യതയുടെ ദർശനത്തിൽ തന്നെ നാം ജീവിക്കണം. क्योंकि हमें एक एक दिन जब हमको मिलता है वो अनंतता के दर्शन की ओर देखकर हमें जीना है. ദൈവമക്കളെ, ഒരുമിച്ച് ഇങ്ങനെ നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വളരെ സന്തോഷത്തിലാണ്. इसलिए मेरे प्रिय जनों के साथ जब मैं वचन बांटते समय में मुझे तो बहुत खुशी मिलता है और मैं विश्वास करता हूँ कि आपको भी ये खुशी है. എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കുവാൻ കഴിയുന്നത് എത്ര വലിയൊരു ഭാഗ്യകരവും എത്ര സന്തോഷപ്രദവുമായ ഒരു കാര്യം. क्योंकि प्रतिदिन रोज आपके उपस्थित इस तरह इकट्ठा होकर आपको वचन देना बोलना मेरे लिए तो बहुत भाग्य की अवस्था की बात है. കാരണം ഈ ലോക്ക്ഡൌൺ ആരംഭിച്ച സമയം മുതലേ എല്ലാ ദിവസവും ഈ നിലയിൽ നിങ്ങൾക്ക് ദൈവവചനം നൽകുവാനായിട്ട് കർത്താവ് ഒരു വഴി ഒരുക്കി തന്നു. क्योंकि जब से लॉकडाउन शुरू हुआ है तब से प्रभु ने एक अच्छा मौका तैयार करके दिया है कि प्रतिदिन आपको वचन देते रहो. ഇതും നമുക്ക് ഇത് ദൈവത്തിന് നമ്മളോടുള്ള വലിയ സ്നേഹത്തിന്റെ ഒരു വലിയ തെളിവായിരുന്നു. ये यहाँ तक कि ये भी एक प्रभु ने जो हमसे प्रेम किया हुआ उसका एक सबूत है. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, प्रभु हमसे कितना प्रेम करता ആ है. സ്നേഹത്തെ ആസ്വദിക്കുന്നവരാണ് എല്ലാ ദൈവമക്കളും. उस प्रेम को अनुभव करने वाले लोग हैं सभी प्रिय प्रभु के बच्चे. അതുകൊണ്ട് ഇന്നും നമുക്ക് ദൈവവചനം കേൾക്കുവാൻ ഇടയാകുമ്പോൾ അത് ദൈവത്തിന് നമ്മളോടുള്ള വലിയ സ്നേഹമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ വചനത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. इसलिए आओ आज भी जब वचन हम सुनते हैं समय में प्रभु हमसे प्रेम कर रहा है उस अर्थ में बोध रखते हुए हम वचन को सुनेंगे. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. इसलिए प्रार्थना पूर्वक अब आओ वचन में प्रवेश करेंगे. നമ്മള് യാക്കോബ് തന്റെ ലേഖനത്തില് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്ന്. याकूब 1:19 जब हम पढ़ते समय में जेम्स चैप्टर 1:19. हे मेरे प्रिय भाइयों, ये बात तुम जान लो, हर एक मनुष्य सुनने के लिए तत्पर और बोलने में धीर और क्रोध में धीमा हो. അപ്പോൾ നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. तो हम लोग जो सुनने के विषय में हमें जल्दी रहना है. അതിനാ ദൈവം നമുക്ക് 2 ചെവി തന്നെ. इसके लिए प्रभु ने हमको 2 कान दिया है. എന്നാൽ പറയാൻ താമസമുള്ളവരായിരിക്കണം. लेकिन बोलने के लिए थोड़ा धीरा करना है. അതിനാ ഒരു വായ തന്നെ. क्योंकि इसके लिए एक ही होठ दिया है. നമ്മൾ ശ്രദ്ധിക്കണേ. तो एक बात समझना, ദൈവത്തിന്റെ ആ പ്രബന്ധങ്ങളൊക്കെ എത്ര വലുതാ. प्रभु ने जो हमारे लिए जो सुविधा दिया वो कितना बढ़िया है. ഓരോ ദിവസവും നമുക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ നമ്മളായിരിക്കണം. क्योंकि हमेशा प्रभु का वचन को सुनने के लिए हमें तत्पर रहकर हमेशा एक खुशी से हमें वो एक उत्साह के साथ सुनना है. അപ്പോൾ ഇന്നും നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. इसलिए आज भी आप लोग सब लोग आनंद में है करके मैं विश्वास करता हूँ. പ്രതികൂലം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം മധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ കർത്താവ് നമുക്ക് നൽകിയല്ലോ. प्रतिकूल या तकलीफ या कष्ट की बातें जो हमारे विरुद्ध की बातें हैं, ऐसे सब परिस्थितियों में भी आनंद से जीने का एक प्रभु ने अच्छा अवस्था प्रभु ने बना के रखा है. നമ്മൾ ഈ ലോകത്തിന്റെ യാത്രയിൽ ഒരു ദിവസം മരണം വഴിയായി മാറ്റപ്പെടും. तो ये प्रियो एक दिन हमें इस दुनिया से मृत्यु के द्वारा इस दुनिया से हम हट जाएंगे. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. मृत्यु तो निश्चय है लेकिन समय पक्का नहीं है. അതുകൊണ്ട് തന്നെ നാം വളരെ ഒരുക്കത്തോടെ ആയിരിക്കണം. इसके लिए हमें हमेशा तैयारी में रहना है. നമുക്കറിയാം, തിരുവഴുത്തിൽ 3 മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. हम जानते हैं ना, प्रभु के वचन में 3 मृत्यु के बारे में बताया है. ഒന്ന് എല്ലാവർക്കും സുപരിചിതമാണ്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ ആത്മാവ് വേർപെടുന്നത്. तो एक तो हम लोग सब लोग जानते हैं कि वो है ये शरीर से आत्मा और ये प्राण अलग हो जाएगा. ദൈവവചനത്തിൽ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 9:27 വായിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. तो इब्रानियों की पुस्तक 9:27 में हम पढ़ते समय में Hebrews 9:27 में एक बार मरना फिर न्याय सारे मनुष्य के लिए नियुक्त किया है. അപ്പോൾ എല്ലാവരും ഒരിക്കൽ മരിക്കും. इसलिए सारा मनुष्य एक दिन मरेंगे. എന്തുകൊണ്ട് മരിക്കും? क्यों मरेंगे? കാരണം മനുഷ്യൻ പാപിയാണ്. क्योंकि मनुष्य पापी है പാപത്തിന്റെ ശമ്പളമാണ് മരണം. और पाप का मजदूरी है मृत्यु. അപ്പോൾ ഈ ലോകത്തിൽ ആരും ഞാൻ എന്നേക്കും ഇങ്ങനെ ജീവിച്ചിരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. कोई भी मनुष्य इस दुनिया में जीते समय बोल नहीं सकता मैं सदा के लिए जीता रहूंगा. അതുകൊണ്ട് തന്നെ മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. इसके लिए इस मृत्यु के विषय में हमें तैयारी रहना जरूरी है. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ബോധമുള്ളവർ ദൈവമക്കൾ മാത്രമാണ്. और जो मृत्यु के बाद अगर एक जीवन है, एक जिंदगी है, ऐसा आशा रखने वाले लोग सिर्फ प्रभु के बच्चे ही है. കാരണം അവർക്ക് മാത്രമേ ആ പരിജ്ഞാനം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. क्योंकि इस प्रकार का प्रकटीकरण ये जो ज्ञान या बोध है अब मरने के बाद भी एक जीवन है करके वो प्रभु ने उनको दिया है. അപ്പോൾ ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വേണം നാം ജീവിക്കാൻ. इसके लिए उस अनंतता के नजरिया में और रखते हुए हमें जीना है. ഞാൻ പറഞ്ഞല്ലോ 3 മരണം.
तो मैंने 3 मृत्यु के बारे में बताया। അപ്പോൾ ഈ മരണം നമുക്ക് ശാരീരിക മരണം എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം. तो एक है शारीरिक मृत्यु, आप सब लोग जानते हैं, अच्छी तरह से जानते हैं कि सब मनुष्य को है वो। എന്നാൽ മറ്റൊരു മരണം നമുക്ക് വചനത്തിൽ കാണുന്നത് അത് ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മീയ മരണമാണ്. दूसरा एक प्रकार का एक मृत्यु जो हम देखते हैं, जो वचन के अनुसार जो कहता है कि एक आत्मिक मृत्यु भी है। അതെന്താണ്? वो कौन सा है? എല്ലാ മനുഷ്യരും ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും ദൂരെയാണ്. क्योंकि सभी मनुष्य परमेश्वर के साथ का संगति या संपर्क करने का अवस्था से दूर है। നമുക്കറിയാം മരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം വേർപാട് എന്നാണ്. यानी कि मृत्यु करके बोलते समय में ही हमें उसका अर्थ से हम जानते हैं कि अलग हो गया, अभी मतलब उसके साथ कोई रिश्ता रख नहीं सकते। അപ്പോൾ ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥ ബന്ധമില്ല. तो इसके लिए सारा मनुष्य, इस दुनिया में जो भी मनुष्य जन्म लेता है, क्योंकि वो पाप में जन्म में लेने की वजह से परमेश्वर के साथ का गहरा उसके साथ कोई रिश्ता नहीं रहता। അതുകൊണ്ടാണ് തിരുവെഴുത്തിലെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. और वहां पर एफेसियों का पुस्तक 2 अध्याय उसका पहला वाक्य में एफेसियंस चैप्टर 2 वर्स 1 में हम लोग जो पाप और अधर्म में मरे हुए थे करके हम पढ़ते हैं। അപ്പോൾ നമ്മുടെ നേരത്തെ അവസ്ഥ ഒരു മരിച്ച അവസ്ഥയായിരുന്നു. यानी कि हमारा पहले का अवस्था मृत्यु का अवस्था था। നമ്മളും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. हमें परमेश्वर के साथ कोई रिश्ता नहीं था। അത് നമ്മൾ അതേ അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു എന്ന് ആ എഫേസ്യർ 2:5 നാം വായിക്കുന്നു. वही एफेसियों 2:5 में, एफेसियंस चैप्टर 2 वर्स 5 में उधर भी वही बात कहता है कि हम अपने अधर्म में हम मरे हुए थे। എന്നിട്ട് നമ്മൾ അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളെ മരിച്ചവരായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ക്രിസ്തുയേശുവിൽ നമ്മൾ എന്ത് ചെയ്തു? അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. और हिंदी में अगर 6 में हम पढ़ते हैं कि मसीह यीशु के साथ स्वर्गीय स्थानों में जिलाया भी है। അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? हम कैसे थे? നമ്മൾ മരിച്ചവരായിരുന്നു. हम लोग मरे हुए थे। ദൈവമക്കളെ, തിരുവചനം ഇത് വളരെ വ്യക്തമായും ശക്തമായും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. നാം ജനിച്ചപ്പോൾ തന്നെ നമ്മള് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മരിച്ചവരായിരുന്നു. ദൈവമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. प्रभु का वचन एकदम स्पष्ट रीति से और चेतावनी का रीति से एकदम सही अर्थ स्पष्ट होकर कहता है कि हम लोग अधर्म में, हम लोग पाप में, हम लोग प्रभु से दूर थे, मतलब हम लोग मरे थे। എന്നാൽ നമ്മളെ ഈ വിശേഷം അല്ലെങ്കിൽ കർത്താവ് നമ്മളെ തേടി വന്നു. लेकिन ये सुसमाचार के द्वारा प्रभु हमें खोजते हुए आया മരിച്ചവരായി നമ്മളെ ജീവിപ്പിച്ചു. और हम मरे हुए लोगों को जिलाया। നമ്മള് കൊളോസ്യർ 2:13 വായിക്കുമ്പോൾ कोलोस्य 2:13 जब हम पढ़ते हैं, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. कोलोसियंस 2:13 में कोलोस्य 2:13 पढ़ेंगे, उसने तुम्हें भी जो अपने अपराधों और अपने शरीर की खतनारी दशा में मुर्दा थे, हाँ, उसके साथ जिलाया। अब उनके साथ जिलाया। നിങ്ങൾ ശ്രദ്ധിക്കണമേ, देखना हमें അവനോടുകൂടെ എന്ന് പറഞ്ഞാല് പിതാവായ ദൈവം ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു. उन्होंने उनके साथ जिलाया करके बोलते समय उन्होंने वहां पर पिता है, स्वर्गीय पिता ने पुत्र प्रभु यीशु मसीह के द्वारा पुत्र में हम सबको जिलाया। എത്ര അനുഗ്രഹീതപ്പെട്ട അവസ്ഥയാണ്! कितना आशीषित बात है वो। ഇങ്ങനെ നാം മരിച്ച അവസ്ഥയിൽ നിന്നും ജീവിപ്പിക്കപ്പെട്ടവരാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർ. इस तरह हमारे बने हुए अवस्था से जो फिर से जिलाया गया है, वही है सच्चा नया जन्म पाए हुए, उद्धार पाए हुए लोग। നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ? आपको उस बात पे पक्का निश्चय है ना? നിങ്ങൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു. क्योंकि हमने एक समय में हम मरे हुए थे, ഇപ്പോൾ പിതാവ് നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. लेकिन पिता ने हमें मसीह के साथ या मसीह में हमें जिलाया। എങ്ങനെയാണ് ഉയർപ്പിച്ചേ? कैसा जिलाया? നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ, जब हमने मसीह पर प्रभु पर विश्वास करके उस विश्वास के द्वारा बपतिस्मा के द्वारा हमें उसमें जुड़ गए। നിങ്ങൾ ശ്രദ്ധിക്കണം, हमें एक बात समझना है, എന്നെ കേൾക്കുന്ന എത്ര പേർ കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച് കർത്താവിനോട് ചേരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റവരാണോ, അവരെല്ലാവരെ കുറിച്ചും ദൈവവചനം പറയുന്നു അവർ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്. इसके लिए जो कोई भी प्रभु पर विश्वास करके और पिता पुत्र पवित्र आत्मा के नाम में बपतिस्मा लिए हुए लोग, वो सब प्रभु के साथ जुड़े हुए हैं। അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്! कितना आशीषित पदवी है। നമുക്ക് വേണമെങ്കിൽ അതിന്റെ കൊളോസ്യർ 2:12 നമുക്ക് വായിക്കാം. कोलोस्य 2:12 में हम पढ़ते हैं, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. पढ़ेंगे, और उसी के साथ बपतिस्मा में गाड़े गए और उसी में परमेश्वर के सामर्थ पर विश्वास करके जिनके उनको मरे हुए में से
जिलाया उसके साथ जी भी उठे। അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണെങ്കിലും ഞാൻ ഓർപ്പിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. तो ये सब वाक्य हम लोग अच्छी तरह से परिचय है, बस आप लोग को याद दिला रहा हूँ खाली. സ്നാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവനോട് കൂടെ അടക്കപ്പെട്ടു. बपतिस्मा में क्या हो गया? हम उनके साथ गाड़े गए. പിന്നെ നാം വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. और फिर हम पानी में से जब उठे तो हम उनके साथ जी भी उठे. അപ്പോൾ ഓരോ വിശ്വാസികളും കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന ഓരോ വിശ്വാസികളും കർത്താവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്. इसलिए मसीह के साथ जुड़ने के लिए जिनका भी बपतिस्मा हुआ है वो लोग सब लोग प्रभु में जी उठा है. അപ്പോൾ അവരുടെ കർത്തവ്യം എന്താണ്? तो उनका जिम्मेदारी क्या है? അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട ഓരോ വിശുദ്ധന്റെയും കർത്തവ്യം എന്താണ്? तो इसलिए इस तरह जिलाया हुआ या जी उठा हुआ हर एक विश्वासियों का जिम्मेदारी क्या है? അതെ, അതിന്റെ കൊളോസ്യർ 3:1 വായിക്കുന്നു. उसका 3 का 1 में हम पढ़ते हैं. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. 3 का 1 और 2 पढ़ेंगे. कोलोसियंस 3:1 और 2. अतः जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तु की खोज में रहो जहाँ मसीह विद्यमान में है और परमेश्वर के दाहिनी ओर बैठा है. पृथ्वी पर की नहीं परंतु स्वर्गीय वस्तु पर ध्यान लगाओ. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, यहाँ पर एक खास एक बात जो हमें स्मरण करना है. ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, ഈ മരണത്തിൽ നിന്നും ജീവിപ്പിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഇപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഉയരത്തിലുള്ളത് ചിന്തിക്കുക, അത് തന്നെ അന്വേഷിക്കുക എന്നുള്ളത്. नया जन्म पाया हुआ व्यक्ति, उसको जो जिसका उद्धार हुआ व्यक्ति है, जो जिलाया हुआ व्यक्ति है, उसका हमेशा एक ही विचार है, वो है कि स्वर्गीय बातों में मन लगाना. കാരണം നമുക്കറിയാം മരണാനന്തര ഒരു ജീവിതമുണ്ട്. क्योंकि हम जानते हैं कि मृत्यु के बाद भी एक जीवन है. അപ്പോൾ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ എത്രമാത്രം ജീവിക്കുവാൻ കഴിഞ്ഞു, കർത്താവിന് എത്രമാത്രം പ്രയോജനം ഉണ്ടാക്കി തീർന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവരുടെ നിത്യത. इसके लिए एक मसीह जीवन, जिसने जो नया जन्म पाया जीवन, वो विश्वासी, वो उसके अंदर मसीह को कितना उसने जीने के लिए अनुमति दिया या उसके द्वारा मसीह कितना प्रकट हुआ है, उसके आधार पर है आनंद आने वाला युग में उसका जीवन रहेगा. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വളരെ ബോധവാന്മാരായിരിക്കണം. इसके लिए हमें इस विषय में एकदम बोधपूर्वक जीना है. इല്ലെങ്കിൽ വീണ്ടും ഒരു മരണത്തെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ऐसा नहीं है तो फिर और एक मृत्यु का अवस्था है करके बाइबल में हम देखते हैं. ആ മരണം എന്താണെന്ന് അറിയാമോ? वो मृत्यु कौन सा है? എന്നേക്കുമായി ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന ഒരു അനുഭവമാണ്. सदा के लिए प्रभु से दूर बने रहने का एक मृत्यु. ഞാൻ അതിനെ കുറിച്ച് 1-2 വാക്യം പെട്ടെന്ന് വായിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരിക. उसमें भी थोड़ा 1-2 बातें बोलकर मैं वचन में विषय में आना चाहता हूँ. നമ്മൾ വെളിപ്പാട് 20:14 വായിക്കുമ്പോൾ प्रकटीकरण 20:14 में, रेवलेशन 20:14, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് വായിക്കുന്നു. वहां पर हम देखते हैं कि मृत्यु और पाताल को आग के झील में डाल दिया था, इसे दूसरा मृत्यु कहते हैं. അതിന്റെ 21:8 उसका 21:8 में 21:8, എന്നാൽ ഈടുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോസ്റ്റ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യലത്രേ, അത് രണ്ടാമത്തെ മരണം. पढ़ेंगे 21:8. परंतु डरपोकों और अविश्वासियों और घिनौनों और हत्यारों और व्यभिचारियों और टोनों और मूर्ति पूजकों और सब झूठ का भाग उस झील में मिलेगा जो आग और गंधक से जलती रहती है. यह दूसरी मृत्यु है. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നിലയിലുള്ള ഭാവാവസ്ഥയിൽ ജീവിക്കുന്നവരെല്ലാം ക്രിസ്തുവിനെ കൂടാതെ നിത്യമായി ആ വേർപാടിലേക്ക്, ആ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് പോകുകയാണ്. यहाँ पर लिखा हुआ सभी पाप का अवस्था जो घिनौना काम जो मनुष्य करता है, ये ऐसे लोग मरने के बाद प्रभु के बिगर जो मरता है, वो लोग सब लोग वो दूसरा मृत्यु यानी कि प्रभु से सदा के लिए दूर रहने वाले अवस्था में वो दूसरा मृत्यु में लोग चले जाएंगे. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ये बातें बोलते समय में एक बात मैं याद दिलाना चाहता हूँ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്യാൻ വേണ്ടി അല്ല രക്ഷിക്കപ്പെട്ടത്. उद्धार पाया हुआ व्यक्ति पाप करने के लिए नहीं उद्धार पाया है. അപ്പോൾ നാം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു ചോദ്യം നമുക്ക് റോമാലേഖനം 6:1 വായിക്കുന്നുണ്ട്. इसके लिए रोमियो का पुस्तक 6:1 में हम पढ़ते हैं कि ऐसा है तो क्या हमें पाप करते रहना है क्या, ऐसा एक सवाल पूछता है. ആകയാൽ നാം 1-ാം വാക്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പരിഗണനത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? हाँ, उसका 6:1 पढ़ेंगे. रोमन 6:1. तो हम क्या कहे? क्या हम पाप करते रहे कि अनुग्रह बहुत हो? അപ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട് നമ്മൾ പാപം ചെയ്താലും നമ്മൾ കൃപയിലേക്ക് വീഴുന്നതാണ്. കൃപയിലേക്കൊന്നും അല്ല പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ പാപം ചെയ്യാനുള്ള ഒരു പ്രൊഫഷനായിട്ടല്ല. हाँ, तो क्योंकि कुछ लोग ऐसा सिखाते हैं कि अभी हमारा नया जन्म हो चुका है ना, इसलिए कुछ भी करेगा चलेगा, क्योंकि हम अनुग्रह में ही हम गिरेंगे ना. लेकिन वैसा अनुग्रह में गिरने का अवस्था के लिए पाप करते रहने के लिए नहीं बोला है. എന്നാൽ നമ്മളിൽ പാപം ഉണ്ടാകാം. लेकिन फिर भी हम में पाप प्रकट हो सकता है. അപ്പോൾ പാപം ചെയ്യുന്നവൻ മനുഷ്യനാണ്. पाप करता जो है वो मनुष्य है. വളരെ ശ്രദ്ധിക്കണേ, ध्यान से समझना. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മളിൽ പാപം ഉണ്ടാകാം. इस दुनिया में भले हमारा उद्धार हुआ हो, नया जन्म हुआ हो, इस दुनिया में जीने की वजह से हमें पाप प्रकट हो सकता है. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നമ്മളിൽ പാപം ഉണ്ടാകിയിരുന്നല്ല. हम ऐसा नहीं कहना चाहते, मैं ऐसा नहीं बोल रहा कि विश्वासी हो गया तो मतलब अभी पाप करेगा नहीं या पाप प्रकट होगा, ऐसा नहीं है. നമ്മളിൽ പാപം ഇല്ലെന്നുമല്ല. और हम में पाप है ही नहीं, ऐसा भी नहीं है. നമുക്കറിയാം, 1 യോഹന്നാൻ 1:10 വായിക്കുന്നുണ്ട്. पहला यूहन्ना 1:10 में वचन कहता है, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. हाँ, पढ़ेंगे 1 जॉन चैप्टर 1:10. यदि हम कहे कि हमने पाप नहीं किया तो उसे झूठ ठहराते हैं और उसका वचन उनमें नहीं है. അതിന്റെ 8ാം വാക്യം കൂടി. और उसी का 8 में verse 8. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. यदि हम कहें कि हमें कुछ भी पाप नहीं तो हम अपने आप को धोखा देते हैं और हम में सत्य नहीं. അപ്പോൾ ഓരോ വിശുദ്ധനും തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും കടപ്പെട്ടവരാണ്. क्योंकि इसके लिए हर एक विश्वासी अपने आप को परखना है, जांचना है, और जांच कर वो मसीह में खरा है, निकला है कि नहीं, ये बात को जांचना वो जिम्मेदार है. അപ്പൊ നമ്മൾ ചിന്തിക്കണം, इसलिए हमें समझना है ഒരു പാപം ചെയ്യുന്നവനാണെങ്കിൽ അവൻ മനുഷ്യനാണ്. जो पाप करता है वो मनुष्य है जो पाप करता है. എന്നാൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ, പശ്ചാത്തപിക്കുന്നവൻ വിശുദ്ധനാണ്. लेकिन जो पाप को पाप को ग्रहण करता है, उसको अंगीकार करता है और वो मन फिराता है, वो एक पवित्र जन है. എന്നാൽ ഒരു വ്യക്തി പാപത്തിൽ തന്നെ രസിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ ഒരു പിശാച്. लेकिन जो व्यक्ति पाप में ही आनंद उठाते रहता है, उसको उसी में खुशी है, उसको शैतान कहते हैं. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, इसलिए अभी आप समझ जाओ, നാം ഒരിക്കലും പാപത്തിൽ തന്നെ തുടർന്നു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. क्योंकि प्रभु कभी चाहता ही नहीं है कि हम पाप में बने रहे या पाप का दशा में रहे. കാരണം നമ്മൾ കർത്താവിനോടുള്ള കൂട്ടായ്മയിലാണ് എപ്പോഴും ആയിരിക്കും. क्योंकि हम हमेशा प्रभु के संगति में है करके वचन पढ़ते हैं. നമ്മൾ അതേ 1 യോഹന്നാൻ 1:6 വായിക്കുന്നു, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. पहला यूहन्ना 1:6 पढ़ेंगे. 1 जॉन 1:6. यदि हम कहें कि उसके साथ हमारी सहभागिता है और फिर अंधकार में चले तो हम झूठे हैं और सत्य पर नहीं चलते. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വിഷയം, പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും ചതിയിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ട് പാപത്തിൽ തുടർന്നു പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. इसके लिए हम लोग किसी रीति में धोखा खाकर हम लोग अंधेपन में रहकर पाप में बने रहने का दशा में प्रभु इच्छा नहीं रखता. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എന്ത് ചെയ്യണം? क्योंकि एक दिन हमें क्या करना है, നമ്മുടെ കുറവുകളെ ദൈവാത്മാ വെളിപ്പെടുത്തുന്നതനുസരിച്ച് നമ്മൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. हमें एक दिन अपना कमियों को हमें पहचान कर प्रभु की उपस्थिति में समर्पण करते हुए पवित्रता को पूरा कर प्रभु में जीना है. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കുള്ളവരാകണം. हम लोग सब लोग वो पहला पुनरुत्थान का भागी होना है. അങ്ങനെയുള്ളവർക്ക് രണ്ടാം മരണമില്ല. ऐसे लोगों को दूसरा मृत्यु नहीं है. നമ്മൾ വെളിപ്പാട് 20:6 വായിക്കുന്നുണ്ടല്ലോ. प्रकटीकरण का पुस्तक उसका 20:6 में, रेवलेशन चैप्टर 20:6 में हम पढ़ते हैं, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. 6 का ए पाठ पढ़ेंगे. धन्य और पवित्र वह है जो इस पहले पुनरुत्थान का भागी है, ऐसों पर दूसरी मृत्यु की कुछ भी अधिकार नहीं. बस. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാം പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. इसलिए हमारा विषय यही है कि उस पहला पुनरुत्थान के विषय में हम लोग तैयार रहना है. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ സത്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. इसीलिए तो उस बात के लिए तो है प्रतिदिन प्रभु हमें एक दिन वचन देकर हमें दिन दिया है, वचन को समझकर उस दिन के लिए हम तैयार रहने के लिए. ഒരു ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മാറി ഒരു ദൈവത്തിലായി ജീവിക്കുവാൻ ആർക്കും സാധ്യമല്ല. क्योंकि परमेश्वर का वचन को हटाकर या हटकर एक परमेश्वर का बच्चा है बोलकर जीना असंभव की बात है, नहीं हो सकता हो. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ശിക്ഷണം എല്ലാ ദൈവമക്കൾക്കും എത്ര അനിവാര്യമാണ്. इसके लिए प्रभु का वचन जब हमको शिक्षण देता है, जब हमारे गुण के लिए हमें सिखाता है, तो वो कितना लाभ की बात है वो. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രമാണിക്കുവാൻ കഴിയണം. इसके लिए हमें सुनने वाला वचन, एक सुनते हुआ वचन हमें उसको मानना चाहिए. അതിലെ നമ്മൾ യാക്കോബ് 1:22
വായിക്കുന്നത്. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. याकूब 1:22 में हम पढ़ते हैं, जेम्स 1:22 में, पर वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देते हैं. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിന്റെ വചനങ്ങളെ നമുക്കത് ശരിയായിട്ട് മനസ്സിലാക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും കഴിയണം. इसके लिए हमें प्रभु का वचन को हमारे जीवन में सही रीति से समझना है और उसको व्यक्तिगत जीवन में लागू लाने को भी देखना है. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി നമുക്ക് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. इसके लिए एक दिन जो सुनने वाला वचन को कितना हमें हमारे व्यक्तिगत जीवन में हम लागू कर पाते हैं. ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. कुछ लोग ऐसा कहते हैं कि मुझे वचन समझ में नहीं आता. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, अगर ऐसा है तो आप एक बात समझो, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരായിരിക്കും. तो आपने शायद नया जन्म आपका नहीं हुआ रहेगा. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. जिसका नया जन्म हुआ ही नहीं है उसको प्रभु का वचन का सत्य समझना कठिन बात है. നമുക്കറിയാലോ വചനം പറയുന്നത് ഇങ്ങനെയാണ്, 1 കൊരിന്ത്യർ 2:14, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു, ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. 1 कोरिन्थी 2:14 जब हम पढ़ते समय में 1 कोरिन्थियंस 2:14, परंतु शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें हैं और न वह उन्हें जान सकता है, क्योंकि उसकी जांच आत्मिक रीति से होती है. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയെല്ലാം ദൈവജനം കേട്ടാലും അവർക്ക് അത് ഗ്രഹിക്കുവാൻ ഉൾക്കൊള്ളുവാൻ കഴിയും. इसलिए एक व्यक्ति कितना भी नया जन्म का अनुभव में वो पहुंचा नहीं है, उद्धार नहीं हुआ, तो उसको कितना भी वचन दे वो ग्रहण नहीं कर पाएगा. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവരെ സഹായിക്കും. क्योंकि नया जन्म पाया हुआ व्यक्ति को वचन समझने के लिए पवित्र आत्मा मदद करता है. കാരണം അതിനുവേണ്ടിയാണ് അവർക്ക് അങ്ങനെ ഒരു വീണ്ടും ജന്മത്തിലൂടെ തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ദൈവം ആ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. इसीलिए तो उसको दोबारा जन्म देकर या नया जन्म के द्वारा अनुग्रह में लेकर आकर इस तरह का प्रबंध में प्रभु लेकर आया है. നമ്മൾ അതേ 1 കൊരിന്ത്യർ 2:10 വായിക്കുന്നുണ്ട്. वही 1 कोरिन्थी 2:10 में 1 कोरिन्थियंस 2:10, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. पढ़ो. परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया, क्योंकि आत्मा सब बातें वरन परमेश्वर की गुड़ बातें भी जांचता है. അപ്പോൾ ഈ ആത്മാവിലൂടെ മാത്രമേ നമുക്ക്, ഈ ആത്മാവിന്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ആത്മീയ സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. तो ये आत्मा ही है, यानी कि आत्मा की मदद के द्वारा ही है हमारा व्यक्तिगत जीवन में प्रभु का सत्य के बातों को हम जान सकते हैं, समझ सकते हैं और व्यक्तिगत जीवन में उसको लागू भी कर सकता है. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിശ്രേഷ്ഠമായ ഒരു മാർഗത്തെ കുറിച്ചാണ്. इन दिनों में हम लोग विषय जो सोच रहे हैं कि सबसे उत्तम मार्ग को हम देख रहे थे. നമ്മളറിയാം, നമുക്ക് നിത്യത്തിലേക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ 4ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. हमने अनंतता के विषय में अनंत के लिए जो सबसे लाभदायक बात है उसमें से 4था बात हम देख रहे हैं. ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവഭക്തി അത് പ്രയോജനമുള്ളതാണ്. पहला हमने उपयोगी बात, लाभदायक बात हमने देखा कि यहोवा भक्ति है. രണ്ടാമത് നമ്മൾ കണ്ടത് വചനം നമുക്ക് പ്രയോജനമുള്ളതാണ്. दूसरा हम देखते कि प्रभु का वचन हमारे लिए लाभदायक है. മൂന്നാമത് നമ്മൾ കണ്ടു സൽപ്രവർത്തികൾ നമുക്ക് പ്രയോജനമുള്ളതാണ്. तीसरा हमने देखा कि भला कर्म, भला कार्य हमारे लिए फायदेमंद है. ഇതിലെല്ലാം അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. और इसमें से अब इसके बाद से सबसे उत्तम मार्ग जो श्रेष्ठ बात है वो उसके बारे में हम देख रहे हैं. പറയാണ്, ഞാൻ അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 12:31 അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത്. 1 कोरिन्थी 12:31 में 1 कोरिन्थियंस 12:31 का आखिरी भाग में पौलुस कहता है कि मैं तुमको एक उत्तम मार्ग दिखाता हूँ. അപ്പോൾ ഇത് ഏറ്റവും അതിശ്രേഷ്ഠം എന്ന് പറയാൻ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല. तो ये अति उत्तम बात है करके बोल दिया, मतलब इससे उत्तम बात नहीं है. അപ്പോൾ നമുക്കറിയാം, എന്നിട്ട് അതിന്റെ 13:3 നമ്മൾ വായിച്ചു, നമ്മൾ സ്നേഹത്തിലെല്ലാം ചെയ്യുന്നതിന് ഒരു പ്രയോജനമില്ല എന്ന് കണ്ടു. और फिर 13:3 में 1 कोरिन्थियंस 13:3 में जब हम पढ़ते हैं उसका आखिरी भाग में, यदि ये कुछ प्रेम में नहीं करेंगे तो मेरे लिए कुछ लाभ नहीं. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കർത്താവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും സോഴ്സ്, അതിന്റെ നമുക്കുള്ള അതിന്റെ ശക്തിയുടെ ഉത്ഭവം അത് സ്നേഹമായിരിക്കും. इसके लिए हमें एक विश्वासी लोगों को जो भी कार्य इस भूमि में करते समय में उसका जो श्रोता है, उसका जो शुरुआत, जो आरंभ है, जो नींव गढ़ है, वो कहाँ से होना चाहिए? प्रेम में होना चाहिए. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ആ സ്നേഹത്തിൽ ഉള്ള ജീവിതം, ആ സ്നേഹത്തിലുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം.
വായിക്കണം. അതുകൊണ്ട് ആ സ്നേഹം എന്താണെന്ന് അറിയണം. ആ സ്നേഹത്തിൽ തന്നെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ വിവേചിക്കണം. इसके लिए हमें हमेशा एक बात हमें अपने आप को जीवन में परखना है, वो जांचना है कि सभी बातें क्या हम प्रेम में कर रहे हैं कि नहीं, प्रेम में बने हैं कि नहीं, ये हमें जीवन में देखना है. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു ഭാഗം വായിക്കുകയുണ്ടായി. എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യം. ഞാൻ ഇന്ന് അതിന്റെ 17 അവസാനം മുതൽ 19 വാക്യം വരെ ഒന്നുകൂടെ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. तो अब लोग कल हमने पौलुस का प्रार्थना का विषय में देखते समय में उसका खास जो हम लोगों ने प्रार्थना उठाया था एफेसियों का पुस्तक 3रा अध्याय उसका 14 से 19 था, हमने कल पढ़ा था. लेकिन आज हम लोग उसी विषय को उसका 17 वाक्य से उसका आखिरी भाग से लेकर 19 तक पढ़ना चाहता हूँ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടി ഗ്രഹിക്കണം. हाँ, तो उसका 17 में हम देखते हैं उसके प्रेम में हाँ पढ़ो और तुम प्रेम में जड़ पकड़कर और नींव डालकर सब पवित्र लोगों के साथ भली भांति समझने की शक्ति पाओ कि उसकी चौड़ाई और उसकी लंबाई और उसकी ऊंचाई और उसकी गहराई कितनी है. बस. അപ്പോൾ ദൈവമക്കള് ഈ ഒരു കാര്യം നന്നായിട്ടൊന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, तो अगर प्रभु के लोग या पवित्र जन अगर ये बात अगर ग्रहण कर पाए तो അത് എത്ര വലിയ കാര്യമാണ്. ये कितना बड़ी बात रहेगा फिर. കാരണം കർത്താവിന്റെ സ്നേഹത്തെ നമ്മളൊന്ന് അറിയുക. क्योंकि मसीह का प्रभु का प्रेम को जान लेना. അതിന്റെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 18 അവസാനം പറയുന്നത് പിന്നെ പരിജ്ഞാനത്തെ 19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. तो उसका 19वां वाक्य पढ़ेंगे तो वहां पर हम देखते हैं कि वो हम पहचान से भी उत्तम बात है वो मसीह का वो प्रेम, एक ऐसा ज्ञान से भी उत्तम है जिसको आप समझ नहीं सकते, उससे भी बड़ा है प्रभु का प्रेम, मसीह का प्रेम. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയ उस प्रेम को अगर आप समझ जाएंगे तो പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മളെ അകറ്റാൻ കഴിയും. फिर उस प्रेम से हमें कोई अलग नहीं कर पाएगा. ആ സ്നേഹത്തിലൂടെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. फिर उस प्रेम में हमें सब बातें आसानी से करने होगा. ഞാൻ പറയട്ടെ, ഇന്ന് സഭാ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം അവർ ആ സ്നേഹത്തെ ഇതുവരെയും ശരിക്കും അറിഞ്ഞില്ല എന്നുള്ളതാണ്. आज विश्वासी लोगों के बीच में यानी कि जो कलीसिया जीवन में अनुभव करने वाले सच्चा विश्वासी लोग में अगर एक हार का अवस्था अगर आया है, पराजय हुआ है, तो वो क्योंकि प्रेम को सही रीति से समझा नहीं. इसके लिए 1-ാം നൂറ്റാണ്ടിലുള്ള ജനങ്ങളെല്ലാവരും ആ സ്നേഹത്തെ വളരെ വ്യക്തമായി അറിഞ്ഞതുകൊണ്ട് അവർക്ക് കർത്താവിന് വേണ്ടി അവരുടെ പ്രാണനെ പോലും അപ്രിയമായി എണ്ണുവാനോ കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാനോ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല. इसके लिए हम देखते हैं प्रियो की पहला इतिहास के लोग खास रूप में प्रेरित लोगों के समय में उन दिनों की पवित्र जन का खासियत क्या था, वो लोग ने प्रेम को गहराई से समझा था. इतना वो लोग प्रेम में विवश हो गए थे कि वो लोग अपना प्राण को भी अप्रिय जानकर अपने आप को बहा देने के लिए भी तैयार थे. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൗലോസ്ലീഹ എഫേസോസ് സഭയോട് പറഞ്ഞ് ഗ്രഹിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും അറിയുക. इसीलिए वहां पर पौलुस बहुत बार लोगों को प्रोत्साहन करता है एफेसो मंडली के कि तुम लोग इस प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई को तुम समझ जाओ. ഇതിനെ ഒന്ന് എല്ലാ വിശുദ്ധന്മാരും അറിയാൻ വേണ്ടി താൻ ദൈവത്തോടും പ്രാർത്ഥിക്കുക. ये बात सभी पवित्र जन समझ जाए उसके लिए वो प्रार्थना कर रहा है. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അതിനെ അറിയണമല്ലോ. एक बात भी अगर कुछ बात का अगर मुझे लाभ उठाना है तो सबसे पहले समझना पड़ेगा ना. അപ്പോൾ അത് അറിയുക. इसलिए वो बात को जानना. അത് ഇന്ന് ദൈവമക്കൾ ഈ സ്നേഹത്തെ ഒന്ന് അറിഞ്ഞാൽ, अगर इसलिए आज वो ये प्रेम का बातें अगर सभी पवित्र जन जान लिए तो പൗലോസ് ആഗ്രഹിക്കുന്നത് അതിന്റെ ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും നിങ്ങൾ അറിയണം. वो उस पौलुस का ये आग्रह है कि इस प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई को वो जान सके. എന്താണ് പ്രിയമുള്ളവരെ ആ സ്നേഹത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ? तो उसपे हिंदी में चौड़ाई. ओके, तो प्रेम का चौड़ाई क्या है നമ്മൾ ചിന്തിക്കുക, हमें समझना है. ആ സ്നേഹത്തിന്റെ വീതി എന്താണ്? वो प्रेम का चौड़ाई क्या है? ആ സ്നേഹത്തിന്റെ വീതി എന്നാൽ അതെ സമസ്ത ലോകത്തെയും സ്നേഹിച്ച സ്നേഹമാണ്. तो वो उसका प्रेम का चौड़ाई ये है कि इतना बड़ा जगत को प्रभु ने प्रेम किया. നമ്മൾ ചിന്തിക്കുക, हम जरा सोचिए, അവിടുന്ന് സമസ്ത ലോകത്തെയും സ്നേഹിച്ചു എന്നുള്ളതാണ് ആ സ്നേഹത്തിന്റെ വീതി. ये प्रेम का चौड़ाई का हम उसको कैसा माप सकते हैं, समझ सकते हैं कि प्रभु ने ये पूरा जगत को प्रेम किया. നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വാക്യമാണ് യോഹന്നാൻ 3:16. हम जानते हैं ना बाइबल में सबसे प्रिय वचन जो मूल्यवान वचन है യോഹന്നാൻ 3:16 में, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. जॉन 3:16 पढ़ेंगे യോഹന്നാൻ 3:16.
क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना एकलौता पुत्र दे दिया, ताकि जो कोई उस पर विश्वास करे वो नष्ट न हो परंतु अनंत जीवन पाए। പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ എന്നെയും നിങ്ങളെ എല്ലാം ദൈവം സ്നേഹിച്ചത് ആ സ്നേഹത്തിന്റെ വീതിയാണ്. उसके लिए ये प्रभु ने जगत से प्रेम किया, हमें आपको प्रेम किया है, वो उसमें प्रेम का चौड़ाई को हम देख सकते हैं. ഒരു രീതിയിൽ പറഞ്ഞാൽ അതിരുകളില്ലാത്ത സ്നേഹം. यानी एक अर्थ से अगर कहा जाए तो इस प्रेम का कोई सीमा नहीं है. പ്രൈസ് ദി ലോർഡ്. Amen. അതിന് ആർക്കും ഒരു അതിര് വെക്കാൻ കഴിയില്ല. यानी कि परमेश्वर का ये प्रेम को कोई सीमा रख नहीं सकता. അങ്ങനെ അതിരുകളില്ലാത്ത സ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. इस तरह का बिना कोई सीमा का प्रेम में प्रभु ने हमसे प्रेम किया है. എന്നിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് അതിന്റെ നീളമാണ്. और फिर आप उसका लंबाई को देखते हैं. നീളം എന്ന് പറഞ്ഞാൽ അത് നിത്യകാലമാണ്. हाँ, इसका लंबाई मतलब क्या है कि वो अनंतता तक है. എന്ന് വെച്ചാൽ उसका मतलब നിത്യത മുതൽ നിത്യത വരെ, यानी कि अनंतता से लेकर अनंतता तक. അതാണ് സ്നേഹത്തിന്റെ ആ പ്രത്യേകത. वही है उसका प्रेम का खासियत. നിത്യത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? अनंतता ही करके बोलेंगे तो उसका क्या अर्थ हम समझते हैं. നമുക്ക് എത്രമാത്രം പുറകോട്ട് പോകാൻ കഴിയും? हम लोग कितना हम पीछे जा सकते हैं, നമുക്ക് എത്രമാത്രം മുമ്പോട്ട് പോകാൻ കഴിയും? कितना हम आगे जा सकते हैं. നമ്മുടെ ഭാവനകൾക്കും കണക്കുകൂട്ടലുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. हमारा जो संकल्प है, हमारा विचार है, ये सब बातों को एक सीमा है. എന്നാൽ ഈ സ്നേഹത്തിന് അന്തമില്ല, ഇതിന് ആരംഭവുമില്ല. അങ്ങനെ ഒരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? तो लेकिन ये प्रेम का खासियत ये है कि इसका कभी अंत होता है नहीं, ना ही इसका शुरुआत हम समझ सकते हैं. मतलब ऐसा एक बात जिसको हम लोग वर्णन से भी बाहर, हमारे ज्ञान से भी परे है, उसको हम कैसा समझ सकते हैं. ആ ദൈവ സ്നേഹത്തെ ഒന്ന് ഗ്രഹിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. इसके लिए आओ हम लोग सब लोग एक होकर इस प्रभु का प्रेम का कुछ तो समझ जाने के लिए एक साथ हम रहकर प्रार्थना करें. കാരണം ഇത് ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത ഒരു സ്നേഹമാണ്. क्योंकि ये इसका ना ही इसका शुरुआत है, ना ही इसका अंत है. इस रीति का प्रेम है ये. ഇത് നിത്യത മുതൽ നിത്യത വരെ നിൽക്കുന്ന ഒരു സ്നേഹമാണ്. और ये अनंतता से लेकर अनंतता तक चलने वाला, टिकने वाला एक प्रेम है. ഇതിനൊരിക്കലും അന്തമില്ല. इसका कभी अंत नहीं होगा. ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, പിന്നെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അറിയപ്പെടുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് നല്ലൊരു പ്രകാശനം പ്രാപിച്ച ഒരു അപ്പോസ്തലനായിരുന്നല്ലോ പൗലോസ്ലിയ. हम जानते हैं प्रेम का प्रेरित या प्रेम का चेला करके बोलेगा तो हमें तुरंत യോഹന്നാൻ का याद आता है. लेकिन प्रेम के विषय में एक अच्छा वर्णन दिया हुआ एक दास है पौलोस. ആ താന് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. 1 കൊരിന്ത്യർ 13:8 പറയുമ്പോൾ, हाँ, उसका पहला कोरिन्थी 13 का 8 का शुरुआत में हम पढ़ते हैं. 1 Corinthians 13:8. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. तो पढ़ेंगे हिंदी में, प्रेम कभी टलता नहीं. നിങ്ങൾ ചിന്തിക്കുക, अब जरा सोचिए, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. प्रेम कभी टलता नहीं. മുതിർന്നു പോകുക എന്ന് പറഞ്ഞാൽ വീണു പോവുക, ഇല്ലാതാകുക, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന്. यानी टलता नहीं मतलब वो कभी गिरेगा नहीं, कभी खत्म हो जाएगा, वैसा अवस्था प्रेम में कभी नहीं होगा. ഈ സ്നേഹം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണേ. इसलिए ये प्रेम कितना बड़ा है ये हमें समझना है. നമ്മള് ഇരമ്യ പ്രവചനത്തില് അതിന്റെ 31:3 വായിക്കുമ്പോൾ, Jeremiah 31:3 അവിടെ താൻ തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. प्रभु वो अपने लोगों के विषय में प्रभु कहता है. ഇരമ്യ 31:3 വാക്യം, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ പ്രയോഗം തന്നെ കേട്ട് കഴിഞ്ഞാൽ, ആത്മാവിനതൊന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയും? ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? उसको पढ़ेंगे 31:3. मैं तुझसे सदा प्रेम रखता आया हूँ. हाँ. इस कारण मैंने तुझ पर अपनी करुणा बनाई रखी है. हाँ, तो मैं तुमको सदा से यानी कि अनंत काल का प्रेम से मैं तुमको प्रेम करते आ रहा हूँ. बोले ऐसा प्रेम जिसका वर्णन हम कभी कर नहीं सकते, जिसको हम लोग ग्रहण भी हम लोग सही रीति से समझ नहीं सकते. इस प्रेम को समझना बोलना कितना उचित बात है, कितना भाग्य बात है. നിത്യ സ്നേഹത്താൽ अनंत प्रेम से നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്നേഹം നിത്യ സ്നേഹമാണ് മക്കളെ. हमें मिला हुआ जो प्रेम है प्रियो, वो अनंत काल का प्रेम है. നമുക്കറിയാലോ, നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ, എന്തിന് ലോകമുണ്ടാകുന്നതിന് മുൻപേ ദൈവം നമ്മളെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ സ്നേഹത്തിന്റെ ഒരു ചെറിയ अंशമെങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? जरा सोचो, हम लोग इस जगत पे आने से पहले, वो भी छोड़ो, ये जगत को ही उत्पन्न होने से पहले ही ये प्रेम पहले से ही था. संसार का नींव डालने से पहले ही ये प्रेम था. बोला तो वो प्रेम को हम लोग समझ पाएंगे कि कितना महान प्रेम है वो. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം. मतलब हम जन्म होने से पहले, हमारा अस्तित्व होने से पहले ही एक प्रेम है जो हमसे प्रेम कर रहा है. അതാ പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, ആദിയിലെ അവസാനം അറിയുന്ന ദൈവസ്നേഹം, ആ ദൈവജ്ഞാനത്തിൽ, ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മളുണ്ടായിരുന്നു. അവിടുന്ന് നമ്മളെ കണ്ടിരുന്നു, അവിടുന്ന് നമ്മളെ അന്നേ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം നമ്മളിൽ എപ്പോൾ ഉണ്ടായെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. आदि में अंत जानने वाला ये परमेश्वर ने हमें पहले से ही संसार के निर्माण के पहले उन्होंने अपने पवित्र ज्ञान में उन्होंने हमको देखा, हमें समझा, हमसे प्रेम किया. यानी हमारा अस्तित्व होने से पहले ही अगर ये प्रेम प्रभु हमसे प्रेम कर रहा है बोला तो वो यही प्रेम को हम समझ नहीं पा रहे. ऐसा बड़ा प्रेम में हम लोग है. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിപ്പിക്കാം. वो बात समझने के लिए मैं एक वाक्य पढ़ाना चाहता हूँ. എഫേസ്യർ 1:4. एफेसर 1:4 में हम पढ़ते हैं, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. मैं पढ़ेंगे जैसा 1:4. या जैसा उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അല്ലെ ഇവിടെ പറയുന്നത് ലോകം ഉണ്ടാകുന്നതിന് മുൻപേ നമ്മളെ ക്രിസ്തുവിൽ പിതാവ് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയും? तो संसार बनने से पहले, संसार का नींव डालने से पहले ही परमेश्वर ने हमें मसीह में हमें चुन लिया है बोला तो वो उसको हम कैसे समझ सकते हैं? ലോകം ഉണ്ടായതിനു ശേഷമല്ലേ ആദാമിനെ ഉണ്ടാക്കിയത്? क्योंकि दुनिया बनने के बाद ही तो परमेश्वर ने आदम को बनाया ना. അപ്പൊ ആ ആദാമിനല്ലായിരുന്നു നമ്മളെല്ലാവരും. और उस आदम में थे ना हम लोग सब लोग. അപ്പോൾ ദൈവം ഈ ആദാമിനെ പോലും ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മുടെ കണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो जरा सोचे ना प्रियो, परमेश्वर आदम को बनाने से पहले ही हमें देख लिया, मसीह में चुन लिया, हमें प्रेम किया बोला तो उसको हम कैसा समझ सकते हैं? ഇതൊക്കെ നമുക്ക് നിത്യതയിൽ ചെല്ലുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രകാശനങ്ങൾ ആഴമായിട്ട് ദൈവം നമുക്ക് നൽകാൻ. ये सब बातें जब हम अनंतता में प्रवेश करेंगे आने वाले युग में, उस समय में हमें इस सब का प्रकटीकरण हमको मिलेगा. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. क्योंकि हमारा परमेश्वर कितना महान है. അതിന്ന് ലോക ജാതികൾ കാണിക്കുന്നത് പോലെ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തങ്ങളുടെ കരവിരുതലുകളെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള മൂഢത്തരം കാണിക്കുന്ന ജനത്തിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? तो ये ऐसा लोग जिन्होंने कभी परमेश्वर को जाना नहीं, पहचाना नहीं, बल्कि अपने हाथों से वो लोग ने अपने लिए एक देव बनाकर, मूर्ति बनाकर उसको भगवान या परमेश्वर बोलकर, ऐसा मनुष्य लोग ये महान प्रभु को कैसा समझ पाएंगे? നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? जो परमेश्वर ने हमें बनाया वो परमेश्वर को हम बना सकते हैं क्या? അങ്ങനെ നമ്മളൊന്നും ഉണ്ടാക്കിയാൽ അത് ദൈവമാകുമോ? और ऐसा अगर किसी का मूर्ति अगर बना भी लिया तो वो देव बन जाएगा क्या? परमेश्वर बन जाएगा क्या? അല്ലേ, മനുഷ്യൻ തന്നെ ബുദ്ധിമാൻ എന്ന് നിലച്ചുകൊണ്ട് അവൻ ഭോഷനായി മാറിയില്ലേ? लेकिन मनुष्य अपने आप को बुद्धिमान साबित करने के लिए ऐसा सब कार्य करके अपने आप को मूर्ख बना दिया ना. ഒരിക്കൽ നമ്മളും അങ്ങനെയുള്ള ആ മൂഢത്തരങ്ങൾ പ്രവർത്തിച്ച് നടന്ന വ്യക്തികളായിരുന്നു. प्रियो, एक बार हम भी उसी तरह रीति का मूर्खता का कार्य करने वाले लोग थे. എന്നാൽ ദൈവത്തിന്റെ ആ സ്നേഹം നമ്മുടെ മേൽ ഉദിച്ചു. लेकिन प्रभु का वो प्रेम हमारे अंदर उगा. ആ സ്നേഹം നമ്മളെ തേടി വന്നു. वो प्रेम हमको ढूंढते ढूंढते आया. നമ്മൾ ആരും ദൈവത്തെ തേടിയതല്ലല്ലോ. हम लोग कोई भी परमेश्वर को खोज कर गया नहीं, ദൈവ സ്നേഹം നമ്മളെ തേടി വന്നു. बल्कि परमेश्वर का प्रेम है जो हमें ढूंढते ढूंढते आया. അതേ പ്രിയമുള്ളവരെ, ഇന്നും ആ ദൈവം തനിക്കുള്ളവരെ തേടിക്കൊണ്ടിരിക്കുക. इसके लिए प्रभु आज भी अपने लोगों को वो ढूंढ रहा है. ഈ സ്നേഹത്തിന്റെ ആ സമുദ്രത്തിൽ അവർ സന്തോഷിക്കേണ്ടതിന് അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. इस प्रेम का समुद्र में वो लोग भी वो प्रेम का आनंद उठाने के लिए प्रभु खोज रहे हैं. എത്ര വലിയ സന്തോഷമാണ്, कितना बड़ा आनंद की बात है. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ കണ്ടു വീതി എന്ന് പറയുമ്പോഴത്തേക്കും അത് അതിരുകളില്ലാത്തത്, അത് സമസ്ത ലോകത്തെയും സ്നേഹിക്കുന്ന സ്നേഹമാണ്. तो अपने चौड़ाई को जब हमने देखा, मतलब क्या है कि बिना सीमा का एक प्रेम है जो पूरा जगत के सभी लोगों को प्रेम किया है करके हम देखते हैं. നീളം നമ്മൾ കണ്ടു നിത്യകാലമാണ്. കഴിഞ്ഞ കാല നിത്യത മുതൽ വരുംകാല നിത്യത വരെയുള്ളതാണ്. അതിനും അന്തമില്ലാത്ത സ്നേഹമാണ് നമ്മൾ കണ്ടു. तो लंबाई के विषय में देखा जाए तो अनंतता से लेकर अनंतता तक प्रभु ने हमको प्रेम किया जिसका कोई अंत नहीं. ऐसा एक प्रेम में हमें प्रेम किया है. ഇനി ആ സ്നേഹത്തിന്റെ ഉയരം, और अभी उस प्रेम का ऊंचाई അതിന്റെ ഉയരം എങ്ങനെയുണ്ട്? उसका ऊंचाई कैसा है? നമുക്കൊന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. मैं ये सब बातें हम समझ सके इसके लिए मैं आप लोगों को बता रहा हूँ. തിരുവചനത്തിലൂടെ അതിന്റെ ഒരു ചെറിയ ആത്മാവിൽ നിങ്ങൾക്ക് അതിന്റെ ആ പ്രകാശം ഒന്ന് ലഭിക്കട്ടെ, അതിനുവേണ്ടി പ്രത്യേകം പറയുക. वचन के द्वारा आपको आत्मा में भी वो प्रकटीकरण मिले, इसके लिए मैं आप लोगों को बता रहा हूँ. അതിന്റെ ഉയരം, उसका ऊंचाई, അത് സ്വർഗത്തോളം ഉയരമുള്ളതാണ്. वो स्वर्ग की ओर तक लंबा ऊंचा है. അത് ക്രിസ്തുയേശുവിൽ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളെയും ആ ഉയരത്തിലേക്ക് ദൈവം നടത്തി എന്ന് പറയുമ്പോൾ ആ ഉയരത്തിന്റെ
ഒരു ചെറിയ अंशമെങ്കിലും നമുക്കൊന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? वो ऊंचाई का खासियत क्या है कि प्रभु ने हमें प्रेम कर कर हमें स्वर्गीय स्थानों में हमें जिलाकर हमें उठाकर स्वर्गीय स्थानों तक बिठा दिया। वो ऊंचा है प्रेम की बात है। उसका एक छोटा सा बात भी हम समझ सकते हैं क्या? പ്രിയമുള്ളവരെ, ഈ ഉയരം എന്ന് പറയുന്നത് അളവില്ലാത്ത ഉയരമാണ്. और ये ऊंचाई का भी खासियत क्या है कि इसको माप नहीं सकते हम। ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഈ ആകാശ വിധാനത്തില് ഉള്ള നക്ഷത്ര കോടികൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. गए दिनों में अगर आपको याद होगा कि हमें आसमान में दिखने वाला ये सितारों और ये चांद, ये सूरज और ये गोला पृथ्वी, ये सब बातों का एक छोटा सा वर्णन मैंने आप लोगों को दिया था। അപ്പോൾ ഒരു ആകാശഗംഗ മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര കോടി നക്ഷത്ര ഗ്രഹങ്ങളുടെ കൂട്ടങ്ങളാണ്. അത് തന്നെ എത്രമാത്രം പ്രകാശവർഷം ദൂരെയാണ്. എന്നിട്ടും സയൻസ് പറയാണ് ഇനിയും എത്തപ്പെടാത്ത നിലയിൽ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ എവിടെയാ? ഈ ആകാശ വിധാനത്തിൽ വിരിച്ചിരിക്കുന്ന നക്ഷത്ര വ്യൂഹങ്ങളുടെ ഒരു ചെറിയ കണക്കാ. तो यहाँ पर अभी हमने हमारे आंखों के सामने हम जो देखने वाले जो सितारे हैं, विज्ञान क्या कहता है, केवल यही नहीं, इसके भी अलावा और भी सारे सितारे हैं जो हमसे बहुत अरबों किलोमीटर दूर है, करोड़ों किलोमीटर दूर है, जिसको हम लोग देख सकते हैं, समझ सकते हैं। लेकिन केवल इतना ही नहीं, इसके अलावा और भी ऐसे ऐसे दूर की बातें हैं जो मनुष्य कभी अभी तक पहुंचा नहीं, वो और भी दूर है। तो ये जरा सोचो, ये परमेश्वर ने जो अंतरिक्ष बनाया है, जो आकाश बनाया है, उसका आकाश के सितारों को बनाया, ये उसका वर्णन है बोलो तो वही कितना समझ के परे है। അപ്പോൾ അല്ലല്ല, സാധാരണ വേദജ്ഞാനികൾ പറയുന്നത് അത് രണ്ടാമത്തെ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമായിട്ടായി ഈ പിന്നെ നക്ഷത്ര ഗണങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആ സ്ഥലം. हाँ, तो ये जो साधारण विज्ञानी लोग यही कहते हैं कि ये जो सितारे का जो रहने वाला जो मंडल है उसको दूसरा आकाश कहते हैं या दूसरा स्वर्ग कहते हैं। എന്നാൽ മൂന്നാമത്തെ സ്വർഗം, ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നിടമായ ആ സ്വർഗം എന്ന് പറഞ്ഞാല് അതൊരു മനുഷ്യന് എങ്ങനെയെങ്കിലും അളവില്ലാത്ത ദൂരമാണ്. ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അവിടെയാണ് ദൈവത്തോട് കൂടെ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. लेकिन वो एक तीसरा स्वर्ग भी है, एक ऐसा स्वर्ग जहाँ पर उसका कोई सीमा नहीं, उसको कोई मनुष्य वहां पर पहुंच नहीं सकता। वहां पर अदम्य तेज है जहाँ पर परमेश्वर निवास करता है। वो उस महान तीसरा स्वर्ग में हमें बिठाया है करके वचन कहता है। നമുക്കറിയാം അല്ല, പൗലോസ്ലീഹ ഈ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചിന്തിക്കുക, ആ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ്ലീഹയുടെ അനുഭവം എത്ര ശ്രേഷ്ഠമായി. हम जानते हैं ना, प्रेरित पौलुस के विषय में वो गवाही देता है कि वो तीसरा स्वर्ग तक उठा लिया गया था। उसका ऐसा अवस्था है तो फिर उसका वो अवस्था में वो देखो क्या क्या बातें देखा और उसका अनुभव क्या क्या रहेगा। നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, आप लोग पढ़े रहेंगे ना, നിങ്ങളുടെ അറിവിന് വേണ്ടി വേണമെന്ന് വായിപ്പിക്കാം. आपका जानकारी के लिए मैं पढ़ाना चाहता हूँ। 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാം വാക്യം. दूसरा कोरिन्थी उसका 12 2 कोरिन्थीस चैप्टर 12 verse 2। അവിടെ ക്രിസ്തുവേശുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് ഒരു മനുഷ്യനെ അറിയുന്നു പറഞ്ഞത് തന്നെ കുറിച്ച് തന്നെയുള്ള കാര്യമാണ്. हाँ, यहाँ पर मसीह में एक मनुष्य को मैं जानता हूँ जो 14 साल पहले तीसरा स्वर्ग में उठा लिया गया था। शरीर में है क्या, आत्मा में है क्या, मैं नहीं जानता, लेकिन परमेश्वर जानता है। लेकिन ये मसीह में मैं एक मनुष्य को जानता हूँ करके पौलुस बोलते समय में वो अपने आप के बारे में कह रहा है। എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നത് वाक्य 4 में कहता है, മനുഷ്യൻ ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. पढ़ेंगे 4 पढ़ेंगे कि स्वर्ग लोक पर उठा लिया गया और ऐसी बातें सुनी जो कहने की नहीं और जिनका मुंह पर लाना मनुष्य को उचित नहीं। ഓ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പ്രിയമുള്ളവരെ, സ്വർഗീയമായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് അത് മാനുഷികമായ ഭാവനകൾക്കൊക്കെ എത്രയോ അപ്പുറമായിട്ടുള്ള കാര്യമാണ്. यानी स्वर्ग लोक की ये बातें जो है मनुष्य के संकल्प के बाहर है, वो सोच भी नहीं सकता। ऐसा बातें पौलुस ने देखा। നമ്മൾ ചിന്തിക്കുക, हम जरा सोचे, നമുക്കറിയാം പിന്നെ നിക്കോദോമസിനോട് പറയുമ്പോഴത്തേക്കും കർത്താവ് ഒരു കാര്യം പറഞ്ഞു. निकोदेमुस के विषय में जब प्रभु निकोदेमुस से बात करते समय प्रभु एक बात कहता है। നിക്കോദോമസ് ഒരു സാധാരണ വ്യക്തി അല്ല കേട്ടോ. निकोदेमुस के बारे में आप देखा जाए तो वो कोई साधारण व्यक्ति नहीं है। കാരണം വലിയൊരു ഉപദേഷ്ടാവാണ്. वो स्वयं एक अच्छा उपदेशी है, നല്ല പ്രായവും പക്വതയുള്ള മനുഷ്യനാണ്. एक अच्छा उम्र वाला है और अच्छा तजुर्बा से भरा हुआ व्यक्ति है। എന്നിട്ട് തന്നോട് കർത്താവ് പറയാണ്, ऐसा व्यक्ति को प्रभु कहता है। നമ്മള് പിന്നെ യോഹന്നാൻ 3:12 യോഹന്നാൻ 3:12 में पढ़ते हैं, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? पढ़ेंगे। जब मैंने तुम्हें पृथ्वी की बातें कही और
तुम विश्वास नहीं करते तो यदि मैं तुम्हें स्वर्ग की बातें कहूँ तो फिर कैसे विश्वास करोगे? കണ്ടോ? അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങളെ ഡയറക്റ്റ് കർത്താവ് പറഞ്ഞിരുന്നത് ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗ്രഹിക്കാൻ പറ്റും? तो अगर स्वर्गीय बातें प्रभु डायरेक्टली वही बातें बोलकर शुरुआत करता तो कोई किसी को समझ में आता था क्या? ആ സ്വർഗീയ കാര്യങ്ങളെ പോലും നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം ഏതെല്ലാം നിലയിലാണ് ദൈവം ഈ ലോകത്തിലുള്ള ശബ്ദങ്ങളിലൂടെ നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമോ? इसके लिए इस स्वर्गीय बात की क्या क्या बातें हैं, अवस्था क्या है, ये बात को हमें समझाने के लिए, ग्रहण करने के लिए ये भूमि में क्या क्या प्रबंध हमारे लिए करके रखा है, आवाजें प्रभु ने बना के रखा है, जिसको हम समझ सकते हैं। നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെ അതൊക്കെ ഒന്ന് ഗ്രഹിക്കണമെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ ആത്മാവിൽ നമുക്ക് വളരെ ഏകാഗ്രതയോടിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സത്യങ്ങളുടെ ചെറിയൊരു अंशമെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. इसके लिए अगर प्रकटीकरण का पुस्तक अगर हम पढ़ेंगे तो उधर हम देखते हैं कि एक एक अवस्था स्वर्ग की बात है, एक एक अवस्था, लेकिन वो बहुत गहरा है और मार्मिक है। इसलिए आत्मा के मदद से ही अगर हम पढ़ेंगे तो कितना आशीषमय होगा वो पुस्तक हमें पढ़ने के लिए। അപ്പോൾ ഉയരമെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? तो इसलिए ऊंचाई जब बोलते समय में संकल्प कर सकते हैं क्या? അത് എത്ര പ്രകാശവർഷം ദൂരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? वो कितना लाइट ईयर यानी कि प्रकाश वर्ष दूर है। जब अंतरिक्ष का मापते समय में हम लोग प्रकाश वर्ष बोलते हैं, वो कितना दूर है करके हम बोल सकते हैं क्या? പ്രിയമുള്ളവരെ, അതൊന്നും മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല. प्रियो, ये सब मनुष्य से नहीं हो पाएगा। ദൈവസ്നേഹത്തിന്റെ ഉയരം ആർക്കും ഒരു രീതിയിലും ഒന്ന് അതിന്റെ ഉയരം നിർണ്ണയിക്കാൻ പറ്റിയില്ല. क्योंकि परमेश्वर का प्रेम का ऊंचाई को कोई भी मनुष्य उसको माप कर बता नहीं सकता कि इतना ऊंचा है। എന്നാണ് പറയാണ് അതിന്റെ ആഴം കൂടെ അറിയണം. और फिर उसके साथ कहता है कि उसका गहराई को भी जानो, അതിന്റെ ആഴം അറിയണം. उसका गहराई को जानना। ആ സ്നേഹത്തിന്റെ ആഴം അറിയാനായിട്ട് ഒരു ചെറിയ അതൊന്നുമല്ല, അതിന്റെ ആഴത്തിന്റെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പദ്ധതി പറഞ്ഞുതരാം. तो वो प्रभु का वो प्रेम का जो गहराई का बात तो जो समझने के लिए एक छोटा बहुत बड़ी बात है वो, लेकिन वो समझने के लिए एक छोटा अर्थ में वो गहराई की बात को मैं बताना चाहता हूँ। നമ്മള് 86 സങ്കീർത്തനത്തിൽ 13 വാക്യം വായിക്കുമ്പോൾ 86 भजन संहिता का 13 Psalms 86:13 എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. पढ़ेंगे 86 का 13 क्योंकि तेरी करुणा मेरे ऊपर बड़ी है और तूने मुझको अधोलोक की तह में जाने से बचा लिया है. अधोलोक की तह में से यानी कि वो गहराई से मुझे तूने बचाया है. എന്ന് പറഞ്ഞാല് അധമ പാതാളത്തിലെ ആ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വർണ്ണിക്കാൻ കഴിയും. यानी कि अधम पाताल का वो जो गहराई है, जितना नीचे जाता है, वो उसका कोई वर्णन नहीं कर सकता. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഭയങ്കരമായ അധമ പാതാളത്തിന്റെ ആഴങ്ങളിൽ കിടന്ന് നമ്മളെ കർത്താവ് അവിടുന്ന് രക്ഷിച്ചു. तो हम जैसे इस तरह इस नीचा नरकीय दशा में फंसे हुए लोगों को प्रभु ने हमें उतना गहराई से प्रभु ने हमें खींचकर बचाया, बोला तो वो है प्रभु का प्रेम. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഇതെങ്ങനെ നമുക്ക് എങ്ങനെ ഈ ദൈവത്തോട് എത്രമാത്രം നന്ദി പറയാൻ നമുക്ക് കഴിയണം? इसके लिए हमें प्रभु को कितना अधिक हमें धन्यवाद देना चाहिए. നമ്മളെല്ലാവരും ആ അധമ പാതാളത്തിൽ പോയി വീഴേണ്ടവരായി. हम लोग सब लोग वो घोर पाताल में जाकर गिरने वाले रहने वाले लोग थे. हम लोग അവിടെ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചു. उस स्थान से प्रभु ने हमें बचाया. ദൈവസ്നേഹം നമ്മളെ തേടി വന്നു. प्रभु का प्रेम हमें खोजते खोजते उधर भी आया. നമുക്ക് എത്രമാത്രം അതിന് നന്ദി പറയണം. उसके लिए उस बात के लिए कितना हमें धन्यवाद देना है. അപ്പോൾ ഈ സ്നേഹത്തിന്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. इसलिए इस प्रेम को अगर माफ करने के लिए कुछ भी है, अगर देख सकते हैं तो वो है मसीह का क्रूस का मृत्यु. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. एक और बार याद दिलाना चाहता हूँ. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ അളവ് എന്ന് പറയുന്നത് ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണമാണ്. प्रभु का प्रेम का अगर वो नापदंड उसको अगर मापना है तो परमेश्वर का प्रेम को जानने के लिए तो वो है यीशु मसीह जो क्रूस पर मरा. ഞാനത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ഭാഗം വായിപ്പിക്കാം. वो बात समझने के लिए एक छोटा भाग में पढ़ाना चाहता हूँ. നമ്മള് റോമാലേഖനം 5-ാം അധ്യായം, रोमियो का पुस्तक उसका 5वां अध्याय, അതിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കും. उसका 5 से 10 तक हम पढ़ेंगे. അപ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ ചെയ്യുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ
നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ തീരുന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. पढ़ेंगे रोमन्स चैप्टर 5 वर्स 5 to 10. और आशा से लज्जा नहीं होती, क्योंकि पवित्र आत्मा जो हमें दिया गया है उसके द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है। क्योंकि जब हम निर्मल ही थे तो मसीह ठीक समय पर भक्तिहीनों के लिए मरा। किसी धर्मी जन के लिए कोई मरे ये तो दुर्बल है, परंतु हो सकता है किसी भले मनुष्य के लिए कोई मरने का भी साहस करे। परंतु परमेश्वर हम पर अपने प्रेम की भलाई इसी रीति से प्रकट करता है कि जब हम पापी ही थे तब मसीह हमारे लिए मरा। अतः जबकि हम उसके साथ लहू के कारण धर्मी ठहरे तो उसके द्वारा परमेश्वर के क्रोध से क्यों न बचेंगे। क्योंकि बैरी होने की दशा में उसके पुत्र की मृत्यु के द्वारा हमारा मेल परमेश्वर के साथ हुआ, तो फिर मेल हो जाने पर उसके जीवन के कारण हम उद्धार क्यों न पाएंगे। അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ ഭാഗമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, तो इधर हमने पढ़ा हुआ भागों को अगर हम देखेंगे तो ദൈവ സ്നേഹം പ്രാപിപ്പാൻ നമുക്ക് ഏതെങ്കിലും നിലയിലുള്ള യോഗ്യത ഉണ്ടായിരുന്നോ? परमेश्वर का प्रेम को प्राप्त करने के लिए हमें कोई भी काबिलता थी क्या? ഈ लोकप्रകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ യോഗ്യതയാണ്. क्योंकि हाँ, क्योंकि संसार की रीति में अगर हम देखा जाए तो कुछ भी बातों का अगर प्रेम करना है तो उसके लिए योग्यता चाहिए. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ജനങ്ങളെ എടുക്കുമ്പോൾ യോഗ്യത നോക്കി എടുക്കും. हम जानते हैं कि कोई भी संस्था में जब लोगों को लेते समय में उसको उधर काम देते समय या कुछ भी काम का अवस्था आते समय में उनका पहला योग्यता देखते हैं. നമ്മൾ പോലും നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യത നോക്കിയാണ് हम लोग भी शायद हमारा दोस्तों को जब हम चुनते समय में वो दोस्तों के विषय में भी गुण और योग्यता की बातों को देखकर हम दोस्त बनाते हैं. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, लेकिन इधर हम देखते हैं ഈ ദൈവം എങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്തു. परमेश्वर ने कुछ बातों से देखकर हमें चुना. കാരണം നമ്മൾ ആരായിരുന്നു? क्योंकि हम लोग कौन थे? നമ്മൾ ബലഹീനരായിരുന്നു. पहला वाक्य 6 में हम पढ़ते कि हम निर्बल थे, നമ്മൾ അഭക്തരായിരുന്നു. हम लोग अभक्त लोग थे. നമ്മൾ പാപികളായിരുന്നു. 8 में हम पढ़ते हैं पापी थे, നമ്മൾ ശത്രുക്കളായിരുന്നു. और 10 में हम पढ़ते हैं हम शत्रु थे. ഇത് നോക്കുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും നിലയില് നമ്മള് ദൈവ സ്നേഹം അറിയിക്കുന്നവരായിരുന്നോ? तो यानी कि हमारे अंदर ऐसा कोई भी अवस्था या परिस्थिति था क्या जिसमें हम परमेश्वर का प्रेम को प्रकट कर सकते थे? ആ സ്നേഹത്തിന് നമുക്ക് ഒരു യോഗ്യത ഉണ്ടായിരുന്നു. यानी कि वो प्रभु का वो प्रेम को प्राप्त करने के लिए कोई भी काबिलता योग्यता नहीं था हमें. അതുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ 31 വരെ വായിക്കുമ്പോൾ ഒരു സവിശേഷത നമുക്ക് അവിടെ കാണാൻ കഴിയും. इसके लिए चुनावट के विषय में आते समय में पहला कोरिन्थी उसका पहला अध्याय उसका 26 से 31 तक जब पढ़ते समय में 1 कोरिन्थियंस चैप्टर 1 वर्स 26 to 31 में प्रभु का प्रेम में चुना हुआ का वो लोगों का अवस्था को देखते हैं. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഓഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടത് തന്നെ. हे भाइयों, अपने बुलाए जाने को तो सोचो कि न शरीर के अनुसार बहुत ज्ञानवान और न बहुत सामर्थी और न बहुत कुलीन बुलाए गए, परंतु परमेश्वर ने जगत के मूर्खों को चुन लिया है कि ज्ञानवानों को लज्जित करे, और परमेश्वर ने जगत के निर्बलों को चुन लिया है कि बलवानों को लज्जित करे, और परमेश्वर ने जगत के नीचों और तुच्छों को वरन जो है भी नहीं उनको भी चुन लिया है कि उन्हें जो है व्यर्थ ठहराए, ताकि कोई प्राणी परमेश्वर के सामने घमंड न करने पाए। परंतु उसी की ओर से तुम मसीह यीशु में हो, जो परमेश्वर की ओर से हमें हमारे लिए ज्ञान ठहरा, अर्थात धर्म और पवित्रता और छुटकारा, ताकि जैसा लिखा है वैसे ही हो, जो घमंड करे वो प्रभु में घमंड करे. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് ലഭിച്ച ഈ രക്ഷയ്ക്ക് വേണ്ടി നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. ये भागों को जब हम पढ़ते समय में हमें मिला हुआ ये उद्धार को बात को देखकर कितना अधिक हमें प्रभु को धन्यवाद देने के लिए हम लोग बोझ में होना चाहिए. നമ്മൾ ഇന്ന് ദൈവമക്കളെന്നോ വിശുദ്ധന്മാരോ എന്ന് വിളിക്കപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു യോഗ്യത നമുക്കുണ്ടായിരുന്നു. हम लोग परमेश्वर का बच्चे करके बुलाए जाने के लिए या पवित्र जन करके बुलाए जाने के लिए हमें कोई भी काबिलता या गुण की बातें थे क्या? നമ്മൾ
നമ്മളിൽ എന്ത് യോഗ്യത കണ്ടിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? हमें ऐसा कौन सा योग्यता को देखकर प्रभु ने हमें चुना? നാം ആരും ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, हमने कोई भी किसी को ने परमेश्वर को चुना नहीं, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. बल्कि परमेश्वर ने हमें चुना. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രമാത്രം അനുഗ്രഹീതമായ പദവിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ये चुनावट हमें मिलने की वजह से इतना आशीषित पदवी में हम पहुंचे हैं. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പ്രശംസിക്കാൻ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ കഴിയുമോ? तो इसके लिए हमें हमारे अंदर से प्रशंसा करने के लिए परमेश्वर ने मुझे चुना है बोलने के लिए, ऐसा मेरे अंदर खुद से मनुष्य अपने आप में प्रशंसा करने के लिए एक छोटा सा बात भी है क्या? ഒരിക്കലും ആരിലും കാണുകയില്ല. ये कुछ भी किसी में भी नहीं दिखेगा. ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ അങ്ങനെ അത്ര വലിയ കൊള്ളരുതാത്ത പുള്ളി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കാൻ കഴിയില്ല. ऐसा कोई भी मनुष्य ऐसा बोल नहीं सकता, अरे मैं तो उतना भी बुरा आदमी नहीं था बोलने के लिए. ऐसा किसी में भी कोई विशेष गुण नहीं है. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിനാണ് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മളെ തിരഞ്ഞെടുത്തത്. इसके लिए हमें उसका 29 पढ़ते 29 में पढ़ता है कि कोई भी शरीर परमेश्वर की उपस्थिति में घमंड ना करने के लिए, प्रशंसा ना करने के लिए हम जैसे नीच लोगों को प्रभु ने चुना. ദൈവസന്നിധിയിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയില്ല. यानी कि परमेश्वर की उपस्थिति में कोई भी उसका महिमा ले नहीं सकता. നമ്മളിൽ ഏതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കത്തക്ക നിലയിലുള്ള ഒരു കാര്യവും നമുക്കുണ്ടായിരുന്നില്ല. यानी कि हमें हमारे अंदर परमेश्वर की उपस्थिति में एक अच्छा योग्य व्यक्ति होकर परमेश्वर की उपस्थिति में जीने के लिए कोई भी काबिलता योग्यता हमें नहीं था. നമുക്കുള്ള ഒരേ ഒരു യോഗ്യത അയോഗ്യത എന്നുള്ള ഒറ്റ യോഗ്യത. हमारे में एक योग्यता है. वो क्या योग्यता है? कि हम लोग अयोग्य लोग हैं. यही गुण है हमारा योग्यता का कारण. ഇതിലല്ലാതെ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെന്ന് പറയാൻ ഈ ലോകത്തിലുള്ള ആർക്കും കഴിയില്ല. इसके अलावा और कुछ भी योग्यता या काबिलता मनुष्य में है जिसकी वजह से परमेश्वर ने हमें चुना है करके बोलने के लिए कुछ भी नहीं है. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. इसलिए एक बात बताना चाहता हूँ. അങ്ങനെ ഇത്ര അയോഗ്യമായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ലഭിച്ച ഈ പദവി ഓർത്ത്, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ രക്ഷയെ ഓർത്ത് നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്തുതിക്കണം. इसके लिए हमें इतना बड़ा, हम जैसे अयोग्य अवस्था में रहने वाले लोगों को प्रभु ने इतना भाग्य पदवी देकर योग्य स्थान में हमें बिठाया है. बोला तो कितना अधिक हमें प्रभु को धन्यवाद देना चाहिए. ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഏത് നിലയിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? उस प्रेम के नायक हम लोग कितना अधिक प्रभु को प्रेम कर सकते हैं. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. प्रभु इस तरह कहता है, ഞാൻ നിങ്ങളെ ഈ നിലയിൽ സ്നേഹിച്ചു. मैं तुमको इस रीति से अगर प्रेम किया है तो. ഏത് നിലയിൽ? किस रीति से? ക്രൂശിലേക്ക് നോക്കൂ. तुम क्रूस पे देखो. ആ ക്രൂശിൽ കാണുന്നത് ആരാണ്? वो क्रूस पे मरा वो कौन है? അവിടെ ആരാണ്? वो कौन है? ദൈവത്തോട് കൂടെ ആയിരുന്ന യഥാർത്ഥ ദൈവം, परमेश्वर के साथ रहने वाला सच्चा परमेश्वर है जो क्रूस पे है. അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് ഈ താണ ലോകത്തിലേക്ക് നമ്മെ പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ജഡമെടുത്ത് വന്നു. वो हमें बचाने के लिए हमसे प्रेम करके हमारे समान बनकर मनुष्य का रूप धारण लेकर आया. അവിടുന്ന് തന്നെ താഴ്ത്തി. उन्होंने अपने आप को नम्र और दीन किया. ക്രൂശിലെ മരണത്തോളം ഈ ശാപ മരണം ഏൽക്കുവാൻ തക്കവണ്ണം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. क्रूस का मृत्यु को लेने के लिए, यानी कि एक श्रापित मृत्यु को वो सहने के लिए, लेने के लिए हमारे लिए हमसे प्रेम करके वो आकर मरा. നമ്മൾ ആ സ്നേഹം കാണണം. इसलिए उस प्रेम को हमें देखना है. എനിക്ക് എല്ലാ വിശുദ്ധന്മാരുടെ ഒരു അപേക്ഷയുള്ളത്. इसलिए मेरा सारा पवित्र जनों का मेरा अपेक्षा है. നിങ്ങൾ ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും ആ ക്രൂശിലെ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കണം. दिन में कम से कम 5 मिनट आप लोग उस क्रूस का, उस प्रेम का वर्णन को समझने के लिए उसमें ध्यान रखना. ആ സ്നേഹത്തെ ധ്യാനിക്കാതെ നിങ്ങൾ ഒന്നിനും പുറപ്പെടരുത്. उस प्रेम को ध्यान करे बगैर आप कोई भी काम के लिए आगे नहीं जाना. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ऐसा है तो ही उस प्रेम में हम बसे रहकर उस प्रेम में कार्य कर सकते हैं. എനിക്ക് ആ ക്രൂശിന്റെ സ്നേഹത്തെ ഒന്ന് വർണ്ണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. उस प्रेम को वर्णन करने के लिए मुझे आग्रह है. എന്നാൽ ഇപ്പോൾ ഞാൻ ആ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അതിനെ അവഗണിക്കുകയാണ്. लेकिन क्योंकि अभी समय का सीमा होने की वजह से मैं उस विषय को मैं रोक रहा हूँ. എന്നാലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. लेकिन मैं आप लोगों को याद दिलाना चाहता हूँ, ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നോ ആ സ്നേഹമാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. आज हम कुछ भी अगर है, आज कुछ भी है, वो प्रेम की वजह से है. ആ സ്നേഹത്തെ നമ്മൾ അറിയണം. इसलिए उस प्रेम को जानना जरूरी है. ആ സ്നേഹം നമ്മളെ എത്രമാത്രം കരുതുന്നു. उस प्रेम को हम कितना हम देखभाल करके संभालते हैं. ആ സ്നേഹത്തിന്റെ അനേക സവിശേഷതകളുണ്ട്. उस प्रेम को बहुत से गुण की बातें हैं. ഒരിക്കലും യാക്കോബ് ഇങ്ങനെ പറയുണ്ടായി. एक बार याकूब इस तरह कहा. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 32-ാം അധ്യായം 10-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. उत्पत्ति का पुस्तक उसका 32:10, जेनेसिस चैप्टर 32 वर्स 10. ദൈവത്തോട് പറയുകയാണ്, प्रभु से कहता है, യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. पढ़ेंगे उसका 10 का शुरुआत का भाग. तूने जो जो काम अपनी करुणा और सच्चाई से अपने दास के साथ किए हैं,
कि मैं जो अपनी छड़ी ही लेकर इस यार्दन नदी के पार उतर आया, अब मेरे 2 दल हो गए और तेरे ऐसे नहीं, उसके लिए मैं अयोग्य हूँ ऐसा नहीं है। है वो आगे आप ठीक है, सॉरी, आगे पढ़ो। हाँ, नीचे पढ़ो और पूरा पढ़ो कंटिन्यू करो। और तेरे ऐसे कामों से मैं एक भी न योग्य, एक के भी योग्य नहीं हूँ। हाँ, मैं एक की भी योग्य नहीं हूँ। അവിടെ യാക്കോബ് വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് പറയുകയാണ്, यानी कि याकूब पूरा धन्यवाद का हृदय से भरकर वो प्रभु से कहता है, എന്റെ കർത്താവേ, हे मेरे प्रभु, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമാണ്. ഞാൻ അതിന് യോഗ്യനല്ല. ഞാൻ അതിനുള്ള യോഗ്യമായ ഒരു പാത്രമല്ല. आपके दास के ऊपर आपने इतना बड़ा करुणा और सच्चाई से आपने जो कार्य अपने इस दास के लिए किया है, ये सब प्राप्त करने के लिए मैं अयोग्य हूँ। मैं इसके लिए कोई भी काबिलता नहीं है मुझ में। എന്റെ ദൈവമക്കളെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, इसलिए मेरे प्रियजनों, मैं आप लोगों को पूछना चाहता हूँ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പദവിക്ക് വേണ്ടി ദൈവം കൊടുത്ത വിലയും സ്നേഹവും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? आप लोग आज जिस आशीषमय पदवी में आप लोग जो हो, इस आशीषमय पदवी में आप लोग देखने जो अवस्था में हो, ये बात को आपको देखकर प्रभु को धन्यवाद करने के लिए आपको हो रहा है क्या? നമ്മൾ ഇന്ന് എത്ര സമാധാനം അനുഭവിക്കുന്നു, आज हम लोग कितना शांति का अनुभव कर रहे हैं, നാം ഇത് എത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നു, आज हम लोग कितना आनंद को अनुभव कर रहे हैं, നാം എത്ര പ്രത്യാശയുള്ളവരാണ്, आज हम लोग कितना आशा से भरे हुए हैं। ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? ये सब कहाँ से मिला है? ഇതിന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ യോഗ്യരാണോ? इस बात के लिए आप लोग कोई भी के लिए हमारे कुछ भी योग्यता है क्या? നാം ഇന്ന് നിത്യജീവനെ അനുഭവിക്കുന്നു. आज हम लोग अनंत काल का जीवन को अनुभव कर रहे हैं। നാം ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നു. आज हम लोग प्रभु के साथ का सहभागिता और संगति को अनुभव कर रहे हैं। ആ സർവശക്തനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് കർത്താവ് കൃപ നൽകുന്നു. सर्वशक्तिमान पर स्वर्गीय परमेश्वर को अब्बा पिता करके बुलाने के लिए प्रभु ने हमें वो पदवी दिया है। നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? उस पर कुछ भी योग्यता है क्या? നമ്മൾ പാത്രമാണോ? हम लोग क्या उसके लिए भाग है क्या? ഇവിടെ യാക്കോബ് പറയാണ്, लेकिन इधर याकूब कहता है, എന്റെ കർത്താവായ യഹോവേ, हे मेरा प्रभु यहोवा, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമാണ്. आप ये मैं अयोग्य पात्र हूं, क्योंकि आपने मेरे ऊपर दिया इतना बड़ा करुणा और भरोसा आपने इस दास पर किया, ये सब करना मैं अयोग्य हूँ। രക്ഷിക്കപ്പെട്ട ദൈവം കൂടെ ഞാൻ ചോദിക്കട്ടെ, उद्धार पाए हुए प्रभु के लोगों को मैं पूछना चाहता हूँ, ഇങ്ങനെയുള്ള നന്ദിയുള്ള ഒരു വാക്കെങ്കിലും ദൈവത്തിൽ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? इस तरह का धन्यवाद की बातें प्रभु की उपस्थिति में आप लोग प्रभु को बोलने के लिए भी आपको हो पा रहा है क्या? അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. क्योंकि आप लोग जाने अनजाने में आप कुछ अपना कुछ गुणों के बातों को देखकर उसमें प्रशंसा लेने वाले लोग रहेंगे। ഒന്നിലും പ്രശംസിക്കരുതേ ദൈവമക്കളെ. लेकिन हे प्रियो, एक भी बात में हमारे अंदर का एक भी बात में प्रशंसा ना लेना നമ്മൾ पड़े, കർത്താവിൽ മാത്രം പ്രശംസിക്കാൻ क्योंकि പറ്റും. हमें सिर्फ प्रभु में ही प्रशंसा करें। ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. परमेश्वर का मन के अनुसार चलने वाला दाऊद के बारे में एक बात मैं बताना चाहता ദാവീദ് हूँ। ദൈവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. दाऊद ने प्रभु की उपस्थिति में एक बात कहा है। 2 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യമാണ്. दूसरा शमूएल 7वां अध्याय 18 से लेकर 22 तक। അപ്പോൾ ദാവീദ് അകത്ത് ചെന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദ് ഇനി എന്ത് പറയേണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ ഈ വൻ കാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതെല്ലാം ഓർത്താൽ നീ അല്ലാതൊരു ദൈവവുമില്ല. पढ़ेंगे दूसरा शमूएल 7वां अध्याय 18 से 22, सेकंड शमूएल चैप्टर 7 वर्स 18 to 22। तब दाऊद राजा भीतर जाकर यहोवा के सम्मुख बैठा और कहने लगा, हे प्रभु यहोवा, क्या हूँ और मेरा घराना क्या है कि तूने मुझे यहाँ तक पहुँचा दिया है? तो भी हे प्रभु यहोवा, ये तेरी दृष्टि में छोटी सी बात हुई, क्योंकि तूने अपने दास के घराने के विषय में आगे के बहुत दिनों तक की चर्चा की है। हे प्रभु यहोवा, यह तो मनुष्य का नियम है। दाऊद तुझसे और क्या कर सकता है? हे प्रभु यहोवा, तू तो अपने दास को जानता है। तूने अपने वचन के निमित्त और अपने ही मन के अनुसार यह सब बड़ा काम किया है कि तेरा दास उसको जान ले। इस कारण हे यहोवा परमेश्वर,
तू महान है, क्योंकि जो कुछ हमने अपने कानों से सुना है उसके अनुसार तेरे तुल्य कोई नहीं, और न तुझको छोड़ कोई परमेश्वर है। അപ്പോൾ ഇവിടെ ദാവീദ് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. इसलिए यहाँ पर हम पढ़ते हैं दाऊद धन्यवाद के हृदय से प्रभु को महिमा कर रहा है. ദാവീദ് തിരിഞ്ഞു നോക്കിയപ്പോൾ दाऊद ने जब पीछे देखा, തന്റെ അപ്പന്റെ ആടുകളുടെ പിന്നാലെ അതിനെ നയിച്ചുകൊണ്ട് അതിനെ നടത്തിക്കൊണ്ട് വനാന്തരങ്ങളിൽ ജീവിച്ച കാലമൊക്കെ താൻ ഓർക്കുന്നു. दाऊद वो दिन याद किया जब वो अपने पिता के भेड़ों को लेकर चरवा करने के लिए सब मेमनों को लेकर जाकर वो चरवाह करता था और जंगलों में वो समय बिताता था. ദൈവം അവനെ തിരഞ്ഞെടുത്തു. लेकिन प्रभु ने उसको चुना. ദൈവം ഇസ്രായേലിലെ രാജാവാക്കി അവനെ ഉയർത്തി. और उसको इस्राएल का राजा बनाकर ऊंचा पदवी दिया. പ്രിയമുള്ളവരെ, താൻ ഇങ്ങനെ ഉയർത്തപ്പെട്ടപ്പോഴും ദൈവത്തെ മറന്നില്ല. लेकिन इतना ऊंचा पदवी में पहुंचने के बाद भी वो अपना यहोवा परमेश्वर को भुला ले. താൻ എപ്പോഴും പറയുന്നത്, बल्कि वो कहने लगा, കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? प्रभु आपने इतना तक अवस्था में लेकर आने के लिए मैं क्या हूँ प्रभु? എന്റെ ഗ്രഹം എന്തുള്ളൂ? मेरा घर क्या है प्रभु? ഓ, താൻ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. बल्कि वो प्रभु को धन्यवाद के हृदय से वो प्रभु को महिमा कर रहा है. ദൈവം എന്നിൽ ഇത്രമാത്രം പ്രസാദിക്കാൻ തക്കോണം, എന്നിൽ എന്ത് നന്മ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ഇവിടെ നിലവിളിക്കുക. प्रभु प्रभु आप मुझ पर इतना प्रसन्न होने के लिए मेरे अंदर ऐसा क्या है बोलकर वो पुकार कर पूछ रहा है, समझना चाहता है वो. തന്റെ ഭാവിയെ കുറിച്ച് തലമുറയെ കുറിച്ചൊക്കെ ദൈവം അരുളി ചെയ്തു. उसका भविष्य के बारे में और उसका आने वाले वंश के बारे में प्रभु कहता है. ഇതെല്ലാം അറിയാൻ തക്കോണം കർത്താവ് കൃപ കൊടുത്തു. ये सब बातों को जानने के लिए प्रभु ने अनुग्रह दिया. ഇത് നമുക്ക് എത്രമാത്രം വലിയ ഭാഗ്യ പദവികളാണ് ലഭിച്ചിരിക്കുന്നത്. इसके लिए प्रिय ये सब बातें जानने के लिए हमें प्रभु ने कितना भाग्य अवस्था दिया है. നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എത്ര ശക്തമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. हमारे भविष्य के बारे में अनंतता में हमारा अवस्था क्या होगा करके ये सब स्पष्टता में वचन में लिखा हुआ बात है. ये बात समझना कितना भाग्य बात है. എന്നിട്ടും നമുക്ക് ദൈവത്തോട് നന്ദിയുണ്ടോ? इसके बाद भी हम प्रभु को के विषय में धन्यवाद देते हैं क्या? ആത്മാർത്ഥമായിട്ട് കർത്താവായ യഹോവയെ ഞാൻ കർത്താവായ യേശുവെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? क्या हम लोग आत्मा पूर्वक हम लोग सच्चाई से हम लोग बोल सकते हैं कि हे प्रभु मैं आपसे प्रेम करता हूँ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആത്മാവിന്റെ എക്സസൈസ് ചെയ്തോ? इसलिए आज सुबह उठकर आप आत्मा का व्यायाम किया क्या? നമ്മൾ പലപ്പോഴും കൂടി വരുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. मैं हमेशा हम लोग जब इकट्ठा होते समय में मैं मेरे प्रियजनों को मैं हमेशा पूछता हूँ. ഇപ്പോൾ അവസരം വന്നുകൊണ്ട് ചോദിക്കുക. इसलिए अभी मौका आया मैं पूछ रहा हूँ. നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിട്ട് ആത്മാവിന്റെ എക്സസൈസ് ചെയ്തോ? आज सवेरे उठकर आपने आत्मा का व्यायाम किया क्या? ചെയ്യാൻ കഴിയണമെങ്കിൽ अगर होना करना है तो നമുക്കൊരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. हमें एक धन्यवाद का हृदय होना जरूरी है. ഇപ്പൊ ഇവിടെ ഒരു വാക്കോടെ വായിച്ചിട്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. एक और वाक्य मैं पढ़ना चाहता हूँ. കാരണം സമയം കടന്നു പോകുന്നു. समय ज्यादा जा रहा है. ഒരുപാട് പറയാൻ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. सब बहुत सी बातें बोलने के लिए हृदय उमड़कर भर गया है. എങ്ങനെ ദൈവമക്കളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. इसलिए मैं एक बात बताना चाहता हूँ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. लूका का सुसमाचार 17:10. लूक चैप्टर 17 verse 10. ഇവിടെ കർത്താവ് പറയാണ്, प्रभु कहता है, അവനും നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവീൻ. इस रीति से तुम भी जब उन सब कामों को कर चुको जिसकी आज्ञा तुम्हें दी गई थी तो कहो, हम निकम्मे दास है, जो हमें करना चाहिए था हमने केवल वही किया है. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए हमें एक बात हमें समझना है. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മനോഭാവന एंगेयाയിരിക്കണം. हमें जो भी बातें हमें करने बोला और वो करने के बाद हमारा भला अवस्था क्या होना चाहिए? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. हम लोग बिना फायदे, हम लोग कोई भी फायदे का दास है. ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. हम लोग निष्फल दास है, बल्कि हमें जो बोला गया था उतना ही हमने किया. ഇവിടെ നമ്മളൊരു 10 ട്രാക്ട് കൊടുത്താൽ നമുക്ക് എന്തെല്ലാം പ്രശംസയാ. आज यहाँ पर लोग 10 ट्रैक्ट क्या दे दिया, इतना बड़ा प्रशंसा करने लगते हैं. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം പോലും ചെയ്യേണ്ടവണ്ണം ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ പ്രശംസയാ. हमने प्रभु ने जो बात बोला वो बात हमने किया नहीं, लेकिन हमने कुछ बात किया और हमें लगा कि प्रभु ने बोला किया, ऐसा सोचकर बड़ा प्रशंसा करने वाले लोग. ഇതൊക്കെ എത്ര ദുഃഖകരമാണ്. ये सब सोचकर करने वाली ये अवस्था कितना दुख की बात है ना. നമ്മളോട് വ്യക്തമായ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നവരുണ്ട്. हमें हमारे विषय में प्रभु ने क्या क्या बातें बोला है करके वचन में स्पष्ट में लिखा हुआ बातें आप लोगों को बताया है ना. ഓരോ ദിവസവും ചെയ്യേണ്ട എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. एक दिन में हमें कितना बातें करना है वो हम देखते हैं. നമ്മൾ ചെയ്യുന്നുണ്ടോ? हम वो करते हैं क्या? അതൊന്നും ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ അതിൽ പ്രശംസിക്കുന്നവരല്ലേ? वो सब बातें किया नहीं और कुछ भी बात ऐसा एक बात हमने कर वो बोल रहे कि अरे ये मैंने किया बोलकर प्रशंसा करना सही है क्या? കർത്താവ് എന്താ പറഞ്ഞേ? प्रभु ने क्या कहा? അവിടെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷവും നിങ്ങൾ പറയേണ്ടത് എങ്ങനെയായിരിക്കണം? ഞങ്ങൾ
പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. यानी कि ये सब काम, जो काम मैंने तुमको आज्ञा दिया, वो सब काम यदि तुम करने के बाद भी तुम्हारा उत्तर उसके विषय में क्या होना चाहिए? प्रभु मैं एक ऐसा दास हूं, मैं एक निकम्मा दास हूं, मेरा कुछ भी फायदा नहीं था, आपने जो बोला वही किया है, बस मेरा कुछ फायदा नहीं है बोलकर अपने आप को समर्पण करना है. നമ്മൾ ദൈവസ്നേഹത്തെ അറിയണം. हमने प्रभु का वो प्रेम को हमें जानना है. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ നിഗളികളായി മാറും. हम लोग जाने अनजाने में कभी कभी हम लोग घमंडी हो जाते हैं. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി ആ ദൈവസ്നേഹത്താൽ എല്ലാം ചെയ്യുന്നവരായി നമുക്ക് തീരാം. इसलिए आओ हम लोग प्रभु का उस प्रेम से हमें भरकर जो भी काम करते हैं प्रभु का प्रेम में करने के लिए अपने आप को समर्पण करें. കർത്താവ് വരാൻ താമസിച്ചാൽ ആ സ്നേഹത്തിന്റെ സവിശേഷതകൾ എന്നാണെന്ന് നാളെ പറഞ്ഞുതരാം. प्रभु का आगमन की अगर देरी हुई है तो उस प्रभु का प्रेम का कुछ खासियत है जो बातें बताना चाहता हूँ. कल का दिन प्रभु दिया तो बताऊंगा. ഇത് നമ്മൾ വാസ്തവത്തിൽ ഇത് എത്ര നാളെടുത്താലും ഈ ക്ലാസ് അങ്ങനെ തീരെങ്കിലും ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് പരിമിതപ്പെടുത്തിയൊക്കെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. वास्तव में ये क्लास के विषय में कितना भी क्लास लेगा वो खत्म नहीं होगा, लेकिन ये क्लास का एक छोटा नक्शा मैंने बनाया है, उसको वो छोटे से बात को मैं बस बताना चाहूंगा. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. लेकिन एक बात याद दिलाना चाहता हूँ, സ്നേഹം വളരെ പ്രയോജനമുള്ളത്. प्रेम बहुत लाभदायक है. നമ്മൾ ആ സ്നേഹം എന്തെന്ന് പഠിക്കണം. वो प्रेम क्या है हमें समझना है. നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. हम प्रेम करना सीखना है. ആ സ്നേഹത്തിൽ തന്നെ നാം ആയിരിക്കണം. उस प्रेम में ही बना रहना है. സ്നേഹത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രീതി പറഞ്ഞാൽ ആത്മാവിലായിരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ സാരം. हाँ, यानी कि ये सब बात का कहने का उद्देश्य है. प्रेम में रहने का मतलब क्या है? उसका दूसरा शब्द कहो तो आत्मा में बने रहना. കാരണം ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. क्योंकि आत्मा का फल है प्रेम. അത് നിങ്ങൾക്കറിയാമല്ലോ. वो आप लोग जानते हैं ना. ആത്മാവിന്റെ ഒരേ ഒരു ഫലമാണ് അത് സ്നേഹം. आत्मा का एक जो फल हम जब देखते हैं वो है प्रेम. പ്രൈസ് ദി ലോർഡ്. आमेन. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ അതിനെ കുറിച്ച് കാര്യമായി ചിന്തിക്കാം. इसके लिए अगर प्रभु का आगमन देरी हुई, कल का दिन मिला तो उस विषय में और अधिक हम देखेंगे. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനായി സ്തോത്രം. आप लोग हमारे लिए प्रार्थना कर रहे हैं, उसके लिए धन्यवाद. നിങ്ങളെ ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. और आप लोगों को भी याद करते हुए प्रभु को मैं धन्यवाद देकर प्रार्थना कर रहा हूँ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. एक और बार फिर से प्रभु यीशु मसीह के, हमारा प्रभु यीशु मसीह जो जल्दी आ रहा है, उनके नाम में सभी पवित्र जनों को प्रेम का वंदना मैं देता हूँ. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവർക്കും. और प्रभु का अनुग्रह हम सब में बना रहे. ആമേൻ. आमीन.